عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم، وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ബഹുമാനപ്പെട്ട സംഘാടകരെ, ആലിമീങ്ങളെ, ദീനിന്റെ സഹായികളായ ബഹുമാനപ്പെട്ട യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, ബഹുമാനപ്പെട്ട സഹോദരിമാരെ, ഇതൊരു സാലിഹായ അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പുറത്തു തരട്ടെ. നരകത്തിൽ തൊട്ട് അല്ലാഹു തആല എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല സ്വർഗ്ഗം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയപ്പെട്ട ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രയാസവും അല്ലാഹു തആല തീർത്തു തരട്ടെ. ആ കുട്ടി മരണപ്പെട്ടുപോയി, പ്രസവിച്ചു കുട്ടി മരണപ്പെട്ടുപോയ ആ പെൺകുട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം സാലിഹായ സന്താനത്തെ കൊടുക്കട്ടെ. സാലിഹായ സന്താനങ്ങളെ അല്ലാഹു കൊടുക്കട്ടെ. ആ പെണ്ണിനും ഭർത്താവിനും അതിന്റെ പേരിൽ വന്നിട്ടുള്ള മാനസിക വിഷമം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ട് തീർത്തു കൊടുക്കട്ടെ. സമുദായത്തിന്റെ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി ഒരു വോട്ട് ചെയ്യാൻ ഗർഭിണിയായി, പൂർണ്ണ ഗർഭിണി എന്ന നിലക്കും അതിനുവേണ്ടി തയ്യാറായി വന്ന ആ പെൺകുട്ടിക്ക് അതൊക്കെ ഒരു സാലിഹായ അമലായി അല്ലാഹു തആല തൗഫീഖ് ചെയ്തു കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിന്റെ പ്രയാസത്തെ നീക്കി കൊടുക്കട്ടെ. അതേപോലെ ആക്സിഡന്റിൽ പെട്ടുപോയ നമ്മൾ രണ്ട് ചെറുപ്പക്കാർ അൽഷിഫ ഹോസ്പിറ്റലിൽ കേൾക്കുന്ന കുട്ടികൾക്ക് അല്ലാഹു തആല ആഫിയത്തിനെ കൊടുക്കട്ടെ. പ്രയാസത്തെ അല്ലാഹു തആല തീർത്തു കൊടുക്കട്ടെ. വളരെ റാഹത്തിലായി, സന്തോഷത്തിലായി, പൂർവാധികം ഊർജ്ജസ്വലതയോടുകൂടെ രംഗത്തേക്ക് വരാൻ അല്ലാഹു തആല കുട്ടികൾക്ക് എളുപ്പത്തിൽ തൗഫീഖ് കൊടുക്കട്ടെ. അല്ലാഹു സഹായിക്കട്ടെ. എല്ലാ മരുന്നും ചികിത്സയും ഫലിക്കുന്ന രൂപത്തിലേക്ക് അല്ലാഹു തആല അവരെ ആക്കി കൊടുക്കട്ടെ. ഡോക്ടർമാർക്ക് അവരുടെ കാര്യം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. പ്രയാസം അല്ലാഹു ഒഴിവാക്കി തരട്ടെ. മുസ്ലിം ഉമ്മത്തിൽ ലോകത്തെവിടെയും പ്രയാസമാണ്. അല്ലാഹു തആല പ്രയാസങ്ങളെ നീക്കട്ടെ. എല്ലാ ബുദ്ധിമുട്ടും അല്ലാഹു തആല നീക്കി തരട്ടെ. എല്ലാ പ്രയാസവും അല്ലാഹു തആല ഒഴിവാക്കി തരട്ടെ. ഈ സദസ്സിൽ വന്ന എല്ലാവർക്കും അല്ലാഹു തആല പൂർത്തി തരട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല പൂർത്തി തരട്ടെ. ഇത് സംഘടിപ്പിച്ചവർക്ക് നമ്മുടെ വേറൊരു ലക്ഷ്യമില്ല. അല്ലാഹുവിന്റെ ദീന് പഠിക്കുക. കുറെ ആളുകളെ വിളിച്ചുകൂട്ടി ദീനിയായ കാര്യം പറയുമ്പോൾ കുറച്ചൊക്കെ ഖൽബിന്റെ ഉള്ളിലേക്ക് ദീനി എന്നൊരു സംഗതി പ്രവേശിക്കും. ഇത് മത്സരമല്ലാത്ത ഒരു ലക്ഷ്യത്തിനൊക്കെയാണ് സ്വാഗതത്തിൽ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംഘടിപ്പിച്ചവർക്കും അതിനുവേണ്ടി ചെലവഴിച്ചവർക്കും എല്ലാവർക്കും അധ്വാനിച്ചവർക്കും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവും ആഖിറവും രക്ഷയിലാക്കി കൊടുക്കട്ടെ. അവരുടെ പരിപാടി ഒരു പ്രയാസം ഇല്ലാതെ ഭംഗിയായി അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കട്ടെ. എല്ലാം അല്ലാഹു തൗഫീഖ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും അല്ലാഹു റാഹത്തിലേക്ക് ചേർക്കട്ടെ. മുസീബത്തുകൾ വന്നു കൂടുന്നതിനെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. തലച്ചോറിൽ ശൈത്താൻ ഭരിക്കുന്നതിനെ തൊട്ടും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ശൈത്താൻ ഇറങ്ങിപ്പോരുന്ന നേരത്ത് അല്ലാഹു തആല ശൈത്താനോട് പറഞ്ഞിട്ടുള്ള ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എടാ എന്റെ ഇഷ്ടപ്പെട്ട അടിമകളെ ഒന്നൊരു ചുക്കും ചെയ്യാൻ നിനക്ക് കഴിയൂല.
അവർക്ക് ഞാനുണ്ടാവും. അവരെ നരകത്തിലെത്തിക്കുന്ന പണിയെടുക്കാൻ നിന്നെ എടുപ്പിക്കാൻ എടാ ഇബ്ലീസേ നിന്നെ കൊണ്ട് കഴിയൂല എന്ന് ജല്ല ജലാലുഹു സുബ്ഹാനഹു അഭിമാനത്തോട് പറഞ്ഞ കുറച്ച് അടിമകൾ അല്ലാഹു തആലാക്കുണ്ട്. ആ അടിമകളിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. ആ അടിമകളിൽ അല്ലാഹു നമ്മളെ ചേർത്ത് തരട്ടെ. ആ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദുആ അല്ലാഹു തആല ഖബൂലാക്കി തരട്ടെ. ദുആനെ അല്ലാഹു തആല ഖബൂലാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട മുഹറം മാസം ഇന്ന് നാളെയൊക്കെ ആയിട്ട് അവസാനിക്കുകയാണ്. ഈ കൊല്ലത്ത് ഇനി 11 മാസം ബാക്കിയുണ്ട്. ഈ ദുആകളും അല്ലാഹു സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട ആശുറാനൊക്കെ നമ്മൾ നോമ്പ് നോക്കിയതെല്ലാം അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ഇനിയുള്ള 11 മാസവും അല്ലാഹു നമുക്ക് റാഹത്തിന്റെയും സന്തോഷത്തിന്റെയും മാസമാക്കി തരട്ടെ. അല്ലാഹു വലിയ ഇസ്സത്തും അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. വലിയ ദറജയും വലിയ റഹ്മത്തും അല്ലാഹു തആല തുറന്നു തരട്ടെ. എവിടെയും അല്ലാഹു തആല സന്തോഷം നൽകട്ടെ. ദുനിയാവ് ആഖിറവും ഒക്കെ ഔദാര്യമായി തരാൻ കഴിവുള്ളവനാണ് അല്ലാഹു. രണ്ടും നമുക്ക് ഔദാര്യമായി അല്ലാഹു നിറച്ചു തരട്ടെ. ദുനിയാവിൽ പ്രയാസപ്പെടുന്നതിനെ തൊട്ടും ആഖിറത്തിൽ പ്രയാസപ്പെടുന്നതിനെ തൊട്ടും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ദുനിയാവ് ആഖിറവും അല്ലാഹു തആല അവന്റെ പൊരുത്തത്തിൽ ചേർത്ത് തരട്ടെ. അവന്റെ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിലാക്കി തരട്ടെ. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ഈ ദുആ അല്ലാഹു തആല ഖബൂലാക്കട്ടെ. എല്ലാം മുഖം വെളുത്തവരെ കൂട്ടത്തിൽ അല്ലാഹു അവന്റെ മഹളായ ഫضل കൊണ്ട് നമ്മളെ ചേർത്തിരട്ടെ. നമ്മളെ കാര്യം വളരെ പോക്കാണെങ്കിലും നമ്മൾ ആളുകൾ മോശപ്പെട്ടവരാണെങ്കിലും മോശപ്പെട്ടവരെ നന്നാക്കിയവനാണല്ലോ അല്ലാഹു. മോശപ്പെട്ടവരെ എത്രയോ മോശപ്പെട്ടവരെ നന്നാക്കിയവനാണ് അല്ലാഹു. അല്ലാഹു ഈ മോശപ്പെട്ട നമ്മളെ അല്ലാഹു നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മളെ പൊരുത്തത്തിലാക്കി തരട്ടെ. അവ തൗഫീഖ് തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഒരല്പനേരം കുറഞ്ഞ കാര്യം അല്ലാഹുവിന്റെ ഒരു പൊരുത്തത്തിലായി നിങ്ങളോട് സംസാരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമുഖമൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഗൗരവമായി ചിന്തിച്ച് മനസ്സിലാക്കണം. അതുപോലെ മനസ്സിലാക്കണം. മൊബൈൽ ഓഫ് ചെയ്യലായിരിക്കും നല്ലത് എന്ന് ഒരു അപേക്ഷ. ഇനി സൈലന്റിൽ വെച്ചാൽ മതി. അത് ഇടയ്ക്ക് സംസാരിക്കരുത്, ഇടയ്ക്കത് ശബ്ദം കേൾക്കരുത്, സംസാരിക്കരുത് എന്നൊക്കെ മൊബൈലുള്ള ആളുകളോട് ഓർമ്മപ്പെടുത്തുന്നു. മൊബൈൽ വാള് പിടിക്കുക, അതിനൊന്നും എനിക്കൊരു വിരോധവും ഇല്ല. അതൊന്നും വിരോധമല്ല. പക്ഷെ വാള് കാര്യങ്ങൾ കേൾക്കുന്നതിന് അതൊന്നും നിങ്ങൾക്കൊരു തടസ്സമാകരുത് എന്നും അപേക്ഷിക്കുന്നു. ഏതൊരു കാര്യവും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ചെയ്യുമ്പോൾ മാത്രമേ ജനങ്ങളെ അതൊക്കെ ഫലപ്പെടുള്ളൂ. ദുനിയാവ് എന്നതാല് വളരെ വലിയ ഒരു അല്ലാഹുവിന്റെ പരീക്ഷണശാലയാണ് എന്ന ഒരു തിരിച്ചറിവിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത്. അത് വെറുതെ പറയുന്ന വർത്തമാനമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. ദുനിയാവൊക്കെ അല്ലാഹുവിന്റെ ഒരു പരീക്ഷണശാലയാണ്. അതിൽ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടിയാൽ മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ. അതെന്തും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് ചെയ്യണം, പറയുന്നവരും ചെയ്യുന്നവരും. നമ്മളെ അല്ലാഹുവിന്റെ ഒരു പൊരുത്തം കൊണ്ടാണ് ഈ നേരത്ത് വ്യഭിചരിക്കാനും കള്ളുടിക്കാനും ഒക്കെ എത്രയോ ആളുകൾ ഉണ്ടാവും. വ്യഭിചരിക്കാൻ ക്യൂ നിൽക്കുന്നവരും കള്ളുടിക്കാൻ പുറപ്പെട്ടവരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ടാവും. കള്ളുടിക്കാൻ ക്യൂ നിർത്തുന്നവരും വ്യഭിചരിക്കാൻ പുറപ്പെട്ടവരും കള്ളന്മാരും എല്ലാം ഈ രാത്രിയിൽ ഈ രാത്രിയിൽ ലോകത്തിന്റെ നാനാഭാഗത്തും ഉണ്ടാകാം. എന്നാൽ അല്ലാഹു ഒരു ഖൈറായ മജ്‌ലിസിലേക്ക് നമ്മളെ ചേർത്ത് തന്നില്ലേ. അല്ലാഹു എത്ര നന്ദി പറഞ്ഞാലും അല്ലാഹുവിനോട് നമുക്ക് മതിയാവില്ല. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മളെ അല്ലാഹു ഇവിടെ എത്തിക്കുന്നില്ലേ. തലബുൽ ഇൽമി സഅ ഖൈറു മിൻ ഖിയാമി ലൈല. 1 മണിക്കൂർ ഇൽമ പഠിക്കുന്നത് ഒരു രാത്രി മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാൾ കൂലിയുള്ള അമലാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ ഫضലാണ് അല്ലാഹു നമുക്ക് തന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്ന ഭാഷ നിങ്ങൾ വളരെ ചിന്തിക്കണം. ചിലപ്പോൾ ഒച്ച കുറയാം, ചിലപ്പോൾ ഒച്ച കൂടാം. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ ചിന്തിക്കണം. എന്താണ് ഇയാൾ പറയുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. അതിൽ ഗൗരവമായി തോന്നുന്ന കാര്യങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം. അബദ്ധമാണെന്നത് പിന്നീട് നിങ്ങൾ എന്നോട് സ്വദേശമായി പറഞ്ഞാൽ ഞാൻ തിരിച്ചുകയും ചെയ്യും എന്നും ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തും. ഒന്നാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുട്ടികളെ, ചെറുപ്പക്കാരെ, ഈ ലോകം അവസാനിക്കാൻ ഇനി വല്ലാത്തൊന്നും കാലം ഉണ്ടാവുകയില്ല എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ എന്നതാണ് എനിക്ക് ഒന്നാമതായി നിങ്ങളോട് പറയാനുള്ളത്.
അതെന്താണ് അങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് ഖിയാമത്ത് നാളിന്റെ ഡേറ്റ് അറിയോ എന്ന് ചോദിച്ചാൽ, ഡേറ്റ് ഒന്നും അറിയൂലെങ്കിലും അടയാളങ്ങൾ കാണുമ്പോൾ കാര്യങ്ങൾ തിരിയും. നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള റോഡ് മുറിച്ചു കിടക്കുന്ന റോഡിന്റെ അവിടെ ഗേറ്റ് അടച്ചത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും വല്ലാതെ നേരം വൈകാതെ വണ്ടി വരും. അതിന് ലോഹിലേക്ക് നോക്കേണ്ട കണ്ണുണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല. ലോഹിലേക്ക് നോക്കേണ്ട കണ്ണുള്ള ആളുകൾ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. അതിന് വലിയ ബേജാറും ഇല്ലാതെ പെട്ടെന്ന് ഏതൊരു ബുദ്ധിയുള്ള ആൾക്കും അത് മനസ്സിലാവും. നമ്മളൊരു കാര്യത്തിൽ ആദ്യം നമ്മൾ കണക്കാക്കേണ്ടത് നമ്മുടെ കാലത്തെ നമ്മൾ തിരിച്ചറിയണം. കടലെ കുറച്ചുകൊണ്ട് ഇത് കേൾക്കരുത്. തീറ്റ എന്ന് പറഞ്ഞ പണി ഇതൊക്കെ മാറ്റി വെച്ചാൽ, എപ്പോഴും തിന്ന പണിയൊക്കെ ഒഴിവാക്കി കളി, അതൊക്കെ മാറ്റി വെച്ചാൽ തിന്നാ കേൾക്കുക, അതൊക്കെ സിനിമയാണ്. സിനിമ തിന്ന കാണുക, അതൊക്കെ ഇത് പടച്ചതമ്പുരാന്റെ ഒരു ഫർദിലിന്റെ പണിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പൊതുവെ വലിയ സദസ്സിനേക്കാൾ എനിക്കിഷ്ടം ചെറിയ സദസ്സാണ്. പിന്നെ ഇവരിന്നോട് നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ വന്നേ ഉള്ളൂ. പണ്ടത്തെക്കാൾ അതൊക്കെ ഞാൻ ചുരുങ്ങി പറ്റ ചുരുങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്. നമ്മൾ ബഹളത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് നമ്മൾ കാര്യത്തിന്റെ കാമ്പിലേക്ക് കയറണം എന്നുദ്ദേശിക്കുന്ന ഒരു സാധുവാണ്. അള്ളാഹു നമ്മളെയൊക്കെ നല്ലതിലേക്ക് ചേർത്ത് തരട്ടെ. എനിക്കെന്റെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ എന്റെ അനുജന്മാരാണ്. 10-15 കൊല്ലമായി ഞാനിവിടെ മലബാറിൽ വഴങ്ങു പറയുന്നുണ്ട്. അപ്പോ അള്ളാന്റെ തൗഫീഖാണ് 15 കൊല്ലത്തോളം നിങ്ങളെ മുന്നിലൊക്കെ ഇരുന്നു. ഇവിടെ ഇരിക്കുന്ന മുഖങ്ങളെയെല്ലാം 100% എന്ന് പറയാം ഞാൻ പരിചയമുള്ളവരുമാണ്. ഇരിക്കുന്ന എല്ലാവരെയും ഞാൻ കണ്ടതും പരിചയപ്പെട്ടതുമാണ്. അപ്പൊ നിങ്ങളൊക്കെ എന്റെ അനുജന്മാരെ പോലെയോ ജ്യേഷ്ഠന്മാരെ പോലെയോ ബാപ്പാനെ പോലെയോ ആണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ഗൗരവമായ കാര്യം പറയുകയാണ്. ഈ ലോകം ഇനി അവസാനിക്കാൻ വല്ലാതെയൊന്നും നേരം വൈകൂല എന്നാണ് നമ്മൾ ഇപ്പോഴത്തെ വിലയിരുത്തലിൽ നിന്ന് മനസ്സിലാക്കിയത്. കാരണം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള അടയാളങ്ങൾ, ഏകദേശ അടയാളങ്ങളെല്ലാം വെളിവായി കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷപ്പെടാൻ 99.4% അടയാളങ്ങളും കഴിഞ്ഞു. 99.4% അടയാളങ്ങളും തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു മഹദിമാമ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള കാരണം, അന്നത്തെ ലോകരീതികൾ, അന്നത്തെ ലോകത്തെ സാഹചര്യങ്ങൾ, ഇതെല്ലാം നടന്നു കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കും. മഹദിമാമ റളിയല്ലാഹു അൻഹു നാളെ പ്രത്യക്ഷപ്പെടും എന്ന് പറയാൻ ഞാൻ ആളല്ല, അല്ല എന്ന് പറയാനും ആളല്ല. ഞാനൊരു 5-8 കൊല്ലം മുമ്പ് വരെ സദസ്സുകളിലൊക്കെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ഞാനും ഒറ്റയായും ഈ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴൊക്കെ ദുആ ചെയ്യാറുണ്ടായിരുന്നു. പഠിച്ചവനെ അല്ലാഹുവേ, എന്റെ കുട്ടികളെ പേരക്കുട്ടികളൊക്കെ മഹ്ദിമാമ് വരുമ്പോൾ ആ പട്ടാളത്തിൽ ചേർക്കണമേ എന്ന് അവര് അള്ളാഹുവിന്റെ ഭൂമിയിലുള്ള പട്ടാളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടാളം മഹ്ദിമാമിന്റെ പട്ടാളമാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ ഹദീസ് ബഹുമാനപ്പെട്ട സ്വഹീഹിന്റെ കിതാബിൽ കണ്ടതിന് ശേഷം ആ പട്ടാളത്തിൽ എന്റെ കുട്ടികളോ പേരക്കുട്ടികളോ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പല സ്ഥലത്തും ദുആ ചെയ്തിട്ടുണ്ട്, ഒറ്റക്ക് ദുആ ചെയ്യാറുണ്ട് റബ്ബിന്റെ സഹായത്താൽ. എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ഞാൻ ആ ദുആ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിന് ചെയ്യാറുള്ള ദുആ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് വരികയാണെങ്കിൽ നാം പട്ടാളത്തിൽ എന്നെ ചേർത്ത് തരണേ എന്നാണ്. കാരണം അതൊക്കെ ഇനി വല്ലാതെ അകലമില്ലാതെ നടക്കുമെന്ന് തോന്നിപ്പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മനസ്സ് തുറന്ന് ആമീൻ പറയണം. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നിങ്ങളിത് ചിന്തിക്കണം.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു അവസ്ഥ ഇറാഖിനെ സൂചിപ്പിച്ച ഒരു ഹദീസ് സ്വഹീഹുകളിൽ കാണാം. ഒരു കഷ്ണം ഉണക്ക റൊട്ടി ഒരു ഇറാഖിയായ മുസ്ലിമിന് ലഭിച്ചാൽ അവന്റെ ചിന്തയിലും ഭാവത്തിലും തകൂനു അത്യബ മിൻ റീഹിൽ മിസ്ക്. ഒരു ഉണക്ക റൊട്ടി ഒരു ഇറാഖിയായ മനുഷ്യന് കിട്ടിയാൽ അതിനെ അവനെ സ്വീകരിക്കുന്ന ഗൗരവം അതവനെ കസ്തൂരിയേക്കാൾ സുഗന്ധമായിട്ടാണ് അവനത് സ്വീകരിക്കുക. അതിന്റെ വാസന ഒരു കഷ്ണം ഉണക്കറൊട്ടി ലഭിച്ചാല് അതൊരു കസ്തൂരിയേക്കാൾ വാസനയായിട്ട് സന്തോഷമായി അവൻ അനുഭവപ്പെടും എന്ന് പുണ്യ റസൂൽ. അത്രയും വലിയ ക്ഷാമം ഇറാഖിനെ ബാധിക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. റബ്ബിന്റെ സഹായത്താൽ ഞാൻ 2013 2014 ഇറാഖിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ബഗ്ദാദിൽ നിന്ന് ബസ്രയിലേക്ക് 850 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സാഹചര്യം ഭയാനകമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഭയാനകം എന്ന് പറഞ്ഞാൽ ഭയാനകം. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ് മനുഷ്യന്മാർ. എങ്ങനെ അവർ ദാരിദ്ര്യത്തിലായി എന്നത് പോലും അത്ഭുതമാണ്. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ലോകത്തെ എക്കണോമിക്കൽ ബേസ് എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിലാണ്. ലോകത്തെ സാമ്പത്തികം നിയന്ത്രിക്കുന്നത് ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിലിന്റെ ബാരലിന്റെ ക്രമീകരണത്തിനനുസരിച്ചാണ് ലോകത്തെ എക്കണോമിക്കൽ സിസ്റ്റത്തിന്റെ നിലനിൽക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്യൂർ ക്രൂഡ് ഓയിലുള്ള രാജ്യം ഇറാഖ്. അപ്പോൾ ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യമാകേണ്ടത് ഇറാഖ്. ലോകത്തെ ഏറ്റവും ദാരിദ്ര്യം ഇല്ലാതെയാകേണ്ട രാജ്യം ഇറാഖ്. ലോകത്തെ ആദ്യം തന്നെ നഗരവൽക്കരണം, സംസ്കാരവൽക്കരണം, നാഗരികവൽക്കരണവും സിവിലൈസേഷനും ഇറാഖിലാണ്. യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഇടയിലാണ് ലോകത്തെ ആദ്യം നാഗരിക സംസ്കാരം വന്നിട്ടുള്ളത്. അതാണ് മെസോപ്പൊട്ടേമിയൻ നമസ്കാരം. ചിന്തിക്കാം. അപ്പോൾ ഒരു കഷ്ണം റൊട്ടി കിട്ടിയാൽ സുഗന്ധമായി അനുഭവിക്കുന്ന കാലം മുഹമ്മദ് മുസ്തഫ. അത് നമ്മൾ ഒരളവോളം കണ്ടതാണ്. പലവട്ടം ഞാനത് കണ്ടിട്ടുണ്ട്. റബ്ബിന്റെ സഹായത്താൽ മര്യാദക്ക് ഒരു യാത്ര പോകുമ്പോൾ അതിർത്തി കടക്കുമ്പോഴേ ഗൈഡ് പറയും, നിങ്ങൾ മറ്റു രാജ്യത്ത് പോലെ അതുപോലെയല്ല, കിട്ടിയെങ്കിൽ കിട്ടി, ഭക്ഷണം കിട്ടുമെന്ന് ഉറപ്പൊന്നും വേണ്ട എന്ന്. അങ്ങനെയാണ്. ഒരു ലോഡ്ജിൽ മര്യാദക്ക് വെള്ളം ഉണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല. 11 മണി 10 മണി 11 മണി നേരത്ത് തിങ്കൾ ചൊവ്വ ബുധൻ, ഞായറോ വെള്ളിയോ വ്യാഴോ ഒക്കെ ആണെങ്കിൽ ഒഴിവായ ദിവസമാണെന്ന് വിചാരിക്കും. അവർക്ക് കുട്ടികൾ ഒഴിവായിട്ടുണ്ടായിരിക്കും. തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലൊക്കെ സാധാരണ ലോകത്ത് സ്കൂളുള്ള ദിവസങ്ങൾ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലൊക്കെ 10 മണി 11 മണി നേരത്ത് ചെറിയ ചെറിയ കുട്ടികൾ, 8 വയസ്സ് 10 വയസ്സ് 12 വയസ്സുള്ള കുട്ടികൾ അങ്ങനെ ആടും മേച്ച് നടക്കുന്നത് ഇഷ്ടംപോലെ കൂട്ടത്തിൽ ഇറാഖിൽ കാണാം. എന്റെ മര്യാദക്ക് ഒരു സ്കൂൾ ഇറാഖിൽ പ്രവർത്തിക്കുന്നില്ല. ഞാൻ ബഗ്ദാദിൽ നിന്ന് ബസ്രയിലേക്ക്, ബസ്രയിൽ നിന്ന് ബഗ്ദാദിൽ, കൂഫയിൽ നിന്ന് കർബലയിലേക്ക് 90 കിലോമീറ്റർ. ഇവിടെയെല്ലാം റബ്ബിന്റെ സഹായത്താൽ പലതവണ യാത്ര ചെയ്തിട്ടുണ്ട്. 190ഓളം കിലോമീറ്റർ ഉണ്ട് കൂഫയിൽ നിന്ന് ബഗ്ദാദിലേക്ക്. ബാബിലോണിയയിലും കൂഫയിലും, ബാബിലോണിയയിൽ കർബലയിൽ നിന്ന് 3 കിലോമീറ്റർ പോയാൽ ബാബിലോണിയയിൽ ചെല്ലും. ബാബിലോണിയയിലാണ് തറവാട്. ആരുടെ തറവാട്? നബിയുല്ലാഹി ഇബ്രാഹിം. ലോകത്തെ ആദ്യത്തെ ഉലുൽ അസ്മ ഇറാഖിലാണ്. രണ്ടാമത്തെ ഉലുൽ അസ്മ ഇറാഖിലാണ്. ആദ്യത്തെ ഉലുൽ അസ്മ സയ്യിദ്ന നൂഹ് അലൈഹിസ്സലാം.
രണ്ടാമത്തെ ഉലുൽ അസ്മോ ഇബ്രാഹിം. രണ്ട് ചിന്തിക്കും. ഇപ്പോൾ വളരെ ചിന്തിക്കണം, ജനങ്ങളെ ചിന്തിക്കണം. ഇറാഖിൽ ഒരു കഷ്ണം റൊട്ടി ലഭിച്ചാൽ അത് കസ്തൂരിയേക്കാൾ സുഗന്ധമായി ഇറാഖ് അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ മഹ്ദി പ്രത്യക്ഷപ്പെടുമെന്ന പുണ്യ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കും. അതിൽ നിന്ന് പറയാൻ ഞാൻ ആളല്ല, എന്നും ആവാം, നാളെ ആവാം, മറ്റന്നാളാവാം എന്നാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മഹ്ദി ഇമാമ ഇപ്പോൾ ജനിച്ചിട്ടുണ്ട്, മഹ്ദി ഇമാമ ഭൂമിയിലുണ്ട് എന്ന് പറയുന്ന നിപുണന്മാരായ ലോകത്തെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ എനിക്ക് പരിചയം പറ്റും. ബിദ്അത്തിന്റെ കക്ഷികളല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ എനിക്ക് പരിചയമുണ്ട്. മഹ്ദി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിന്തിക്കണം. الفتنة تمر بالشام كالماء بالسقاء. തോൽപാത്രത്തിലെ വെള്ളം തോൽപാത്രത്തിൽ കിടന്ന് കുലുങ്ങുന്നത് പോലെ ഷാമിലെ മുസ്ലിംകൾക്കിടയിൽ ഫിത്ന കടന്ന് പിളർന്ന സമയത്ത് മഹ്ദി വരുമെന്ന് പിന്നെ റസൂൽ ഉറക്കത്തന്നെ സ്വലാത്തിലാണ് വളരെ തല കൊടുത്ത് പെർഫെക്റ്റ് ആയ വിഷയത്തിന്റെ ശരീരത്തിൽ കയറി വരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഷാമിന്റെ ഹൃദയമേതാ? ഷാമിന്റെ ഹൃദയം സിറിയയാണ്. സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസാണ്. ഡമാസ്കസ് ലോക ചരിത്രത്തിലെ അത്ഭുതകരമായ നാടാണ്. ഡമാസ്കസിനെ മാറ്റിവെച്ചിട്ട് ലോക ചരിത്രത്തിൽ ഒരു ചരിത്രമുണ്ടാവുകയില്ല. പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം മാലിക്കും ദീനാറും കേരളത്തിൽ വന്ന് തിരിച്ചുപോയ ഡമാസ്കസിൽ മരിച്ചു എന്നാണ്. ഹബീബിന്റെ നാടാണ് ഇവിടെ മറപ്പെട്ടത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു ചരിത്രം. ആ താരീഖിനാണ് കൂടുതൽ പിൻബലമുള്ളത്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ഉറക്കപ്പറ മാലിക് ബിൻ ദീനാർ. ഇത് ഒരുപാട് സ്ഥലത്ത് ഈ താരീഖ് ഞാൻ കണ്ടിട്ടുണ്ട്. മാലിക് ബിൻ ദീനാറിന്റെ താരീഖ് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ദുഫീന അമീബി മസ്ജിദിന്റെ പരിസരത്ത് ബഹുമാനപ്പെട്ട ഡമാസ്കസിലെ പള്ളിയുടെ പരിസരത്ത് മറവ് ചെയ്യപ്പെട്ടു എന്നാണ് പ്രധാനപ്പെട്ട ഒരു താരീഖ്. വളരെ ചിന്തിക്കണം. 10,000-ൽ താഴെ 1.25 ലക്ഷം സ്വഹാബികൾ മുത്തനബിക്കുണ്ടായിട്ടുണ്ട്. 10,000-ൽ താഴെ സ്വഹാബികളാണ് മദീനയിൽ വഫാത്തായി മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഷാമിൽ 20,000-ലേറെ സ്വഹാബികളുണ്ട്. അതാണ് നാം ചിന്തിക്കണം. പുണ്യ മുഹമ്മദ് മുസ്തഫ നല്ലോണം ചിന്തിക്കണം. പുണ്യ മുഹമ്മദ് മുസ്തഫ 1.25 ലക്ഷം സ്വഹാബികൾ. എന്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണ്. അവരെല്ലാവരും കിട്ടുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ജന്നത്തുൽ ബഖീൽ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് 10,000-ൽ താഴെയാണ്. മദീനയുടെ പള്ളിയുടെ പരിസരത്ത് ജന്നത്തുൽ ബഖീൽ മറവ് ചെയ്യപ്പെട്ടത് 10,000-ൽ താഴെയാണെങ്കിൽ ഷാമിൽ ഡമാസ്കസിൽ പരിസരത്തും 20,000-ഓളം സ്വഹാബികൾ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മരിച്ചു. അത്രയും പ്രധാനപ്പെട്ട സ്ഥലമാണ്. ചിന്തിക്കും. ഇനി അതിനെപ്പറ്റി കൂടുതൽ പറയുന്നത് എന്തിനാ? ചിന്തിക്കും. മദീനക്കാരനാണെങ്കിലും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കേന്ദ്രം സ്ഥാപിക്കുക ഡമാസ്കസിലായിരിക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അന്ന് ഇമാം അവിടെ താമസിക്കലായിരിക്കും ആവശ്യം. അവിടെ അത്ര വലിയ പ്രശ്നം ഉണ്ടാവും. 1, 2
ഉയർത്തപ്പെട്ട സ്ഥലത്ത് ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഒരു ചർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് കനീസത്തിലും ചെയ്യാമ. അത് ജെറൂസലേമിന്റെ നടുവിലാണ്. ഞാൻ ആ ചർച്ചിൽ ഒരു 8-9 തവണ പോയിട്ടുണ്ട് ഈ ആയുസിനുള്ളിൽ. റബ്ബിന്റെ സഹായത്താൽ എല്ലാ വിഭാഗം മനുഷ്യർക്കും വേണ്ടി ക്രിസ്ത്യാനികൾ അത് ആ ചർച്ച് തുറന്നു വെച്ചിട്ടുണ്ട്. അവിടെ ആയിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്. അവിടെ അവര് വളഞ്ഞി കയറി. എന്നിട്ട് എന്ത് ചെയ്ത് ബഹുമാനപ്പെട്ട ഈസാ നബിയെ പിടികൂടാൻ വേണ്ടി ചെന്നു. ഈസാ നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഉയർത്തി. ജൂദാസിന് ഈസാ നബിന്റെ മുഖം കൊടുത്തു. ജൂദാസ് വീട്ടിന്റെ അകത്തേക്ക് കയറിയ ജൂദാസ് പിന്നെ ഈസാ നബിന്റെ മുഖത്തിന്റെ ഈസാബിന് മറിയം ആ രൂപത്തിൽ പുറത്ത് വന്നിട്ട് പിടികൂടി കൊണ്ട് പിന്നാട്ടി കഴിവിൽ നാട്ടി. മനസ്സിലാവുന്നുണ്ടല്ലോ കുരിശു. ആ സ്ഥലത്ത് പിന്നെ ഒരു ചർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചർച്ചിനെ കനീസത്തുൽ ഖിയാമാണ് പറയുന്നത്. ഇത് നടക്കുന്നത് ജെറൂസലേമിലാണ്. അപ്പോൾ ആകാശത്തേക്ക് ജെറൂസലേമിൽ വെച്ചാണ്. എന്ന പ്രദേശത്ത് വെച്ചാണ്, എന്ന ഏരിയയിൽ വെച്ചാണ് ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടുള്ളത് ജെറൂസലേമിലാണ്. എന്നാൽ ഇറങ്ങി വരിക ജെറൂസലേമിലല്ല, ഇറങ്ങി വരിക ദമാസ്കസിലാണ്. എന്തുകൊണ്ട് വളരെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ എക്കോ ഒന്ന് പുറത്തുമനെ ഭയങ്കര ശബ്ദം എടുത്തിട്ട് എക്കോ കൊടുക്ക. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ ഉറക്കപ്പറ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഉയർത്തപ്പെട്ടത് ജെറൂസലേമിലാണ്. എന്നാൽ ഇറങ്ങി വരുന്നതോ ദമാസ്കസിലാണ്. അതെന്താണ് ആ കുട്ടികളെ, ചെറുപ്പക്കാരെ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്താ കാരണം? ينزل عند المنارة البيضاء بشرقه دمشق وآل الكفين على جنيهة ملكين. രണ്ട് മലക്കിന്റെ ചിറകന്മേൽ കൈയിങ്ങനെ വെച്ച് അന്ത്യനാളെടുക്കുമ്പോൾ ഈസാ ഇറങ്ങി വരുമെന്ന് പുണ്യ റസൂൽ. എവിടെ ഇറങ്ങി വരും? വെള്ള മുനാരത്തിന്റെ അരികിൽ ഇറങ്ങി വരും. കിഴക്കൻ ദമാസ്കസിലുള്ള കിഴക്കൻ ദമാസ്കസിലെ വെള്ള മുനാരത്തിന്റെ അടുത്ത് ഇറങ്ങി വരും സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. അപ്പോൾ ഉയർത്തപ്പെട്ടത് ജെറൂസലേമിലാണ്, ഇറങ്ങി വരിക ദമാസ്കസിലാണ്. ഇത് തമ്മിൽ 100 കണക്കിന് കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. അതെന്താ അങ്ങനെ? കരിപ്പൂരിന്ന് പോയ ഒരാള് നെടുമ്പാശ്ശേരി ഇറങ്ങാം, അത് സ്വാഭാവികമാണ്. കാരണം പോയപ്പോൾ കരിപ്പൂരിന് ടിക്കറ്റ് കിട്ടിയിരുന്നു. തിരിച്ചു വരാൻ നോക്കുമ്പോൾ ഫ്ലൈറ്റിന് കരിപ്പൂരിലേക്ക് ടിക്കറ്റ് ഇല്ല. പിന്നെ കരിപ്പൂർ തന്നെ ഇപ്പോൾ ഒഴിവാക്കാനുള്ള കളി ബാക്കിൽ കൂടെ കളിക്കുന്നത് കൊണ്ട് മര്യാദക്ക് ഫ്ലൈറ്റും ഇല്ല. അപ്പോൾ നെടുമ്പാശ്ശേരി ഇറങ്ങി. നീ 4 മാസം കഴിഞ്ഞാൽ ചക്കരക്കല്ലിലാണ് ഇറങ്ങിയത്. ഒരു കുഴപ്പമില്ല, ഫ്ലൈറ്റ് അത്രേ കിട്ടുള്ളൂ. പക്ഷെ ആകാശത്ത് നിന്ന് ഇറങ്ങി വരാൻ, മലക്കുകളെ കൂടെ വരാൻ എന്തിനാ മനുഷ്യന്മാരെ? എയർബേസ് റൺവേ കിട്ടിയില്ല, സിഗ്നൽ കിട്ടിയില്ല. ജെറൂസലേമിൽ ഇറങ്ങാൻ വേണ്ടി വന്നതാണ് മലക്കുകൾ. പക്ഷെ സിഗ്നൽ കിട്ടാത്തതുകൊണ്ട് മൂടൽമഞ്ഞ്. കരിപ്പൂര് ആകാശത്തിന്റെ ചോട്ടിൽ എവിടെ മൂടൽമഞ്ഞില്ലെങ്കിലും കരിപ്പൂരുണ്ടാവും. അങ്ങനെയാണ് അതിന്റെ കണക്ക്. എന്നതുപോലെ കരിപ്പൂർ ഇറങ്ങാൻ നോക്കിയപ്പോൾ മൂടൽമഞ്ഞ് കാരണം നെടുമ്പാശ്ശേരിക്ക് തിരിച്ചു കിട്ടും. മലക്കൾ ഇതിനെ കയറ്റിക്കൊണ്ടേ സ്ഥലത്ത് തന്നെ ഇറക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. മലക്കളാണ് കയറ്റിക്കൊണ്ടത്. 10,000-2000 കൊല്ലം മുമ്പ് മലക്കൾ കയറ്റിക്കൊണ്ടതാണ് ആകാശത്തേക്ക് ഈസാ നബിയെ. ഇനി ഇറക്കാൻ നോക്കുമ്പോൾ ആ സംഗതി അവിടെ സിഗ്നൽ കിട്ടിയില്ല. അങ്ങനെ പിന്നെ തൊട്ടടുത്ത സ്റ്റേഷനിലാണ് പിന്നെ എയർബേസിൽ ഇറക്കിയത്. അങ്ങനെയാണോ? അല്ല, അങ്ങനെയല്ല. അന്ന് ഈസ ഇറങ്ങി വരേണ്ട നാട്
ഡമാസ്കസ് ആയിരിക്കും. കാരണം ഡമാസ്കസിലായിരിക്കും അത്ര വലിയ പ്രശ്നം. ഇന്ന് നിങ്ങൾ വിസക്ക് കൊടുത്താൽ ലോകത്തെ ഏകദേശ രാജ്യങ്ങൾക്കൊക്കെ വിസ അലോട്ട്മെന്റ് കിട്ടും. കിട്ടാത്തൊരൊറ്റ രാജ്യം സിറിയാണ്. സിറിയ കിട്ടില്ല. കാരണം സിറിയയിൽ പോകുന്ന ആൾക്ക് സുരക്ഷിതല്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾക്ക് നാളെ ഇറാഖിലേക്ക് ഫ്ലൈറ്റ് വിസ കിട്ടും, ഒക്കെ കിട്ടും. ഇറങ്ങിയാൽ നിങ്ങൾ ഉദ്ദേശിച്ചിടത്തേക്ക് പോകാനൊന്നും കഴിഞ്ഞോളുന്നില്ല. എന്നാലും വിസ കിട്ടും. ഡമാസ്കസിനെ കിട്ടില്ല. ചിന്തിക്കും. മുസ്ലിം രാജ്യമാണ്, പക്ഷെ മുസ്ലിം വിസ കിട്ടും. മറ്റു പല സമുദായക്കാർക്കും കിട്ടും. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഷാമിന്റെ ഹൃദയമാണ് ഡമാസ്കസ്, ഷാമിന്റെ ഹൃദയമാണ് സിറിയ. ആ സിറിയയിലേക്ക് മുസ്ലിം വിസ പോലും ലഭിക്കുകയില്ല. അത്രമേൽ അവിടെ പ്രയാസം അനുഭവിക്കുകയാണ്. തെക്കൻ തുർക്കിക്കടപ്പുറത്ത് നിങ്ങൾ കണ്ടില്ലേ, 5-6 ആഴ്ചകൾക്ക് മുമ്പ് കമന്ന് കിടക്കുന്ന ഒരു കുഞ്ഞുമോന്റെ ചിത്രം നിങ്ങൾ കണ്ടില്ലേ? മരിച്ചു കിടക്കുന്ന ഒരു മയ്യത്തായ കുഞ്ഞുമോന്റെ ചിത്രം ഒരു വെള്ളിയാഴ്ച രാവിലെ അച്ചടിച്ചു വന്നപ്പോൾ നമ്മളൊക്കെ വളരെ വേദനിച്ചുവെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, അത് സിറിയക്കാരനായ മുസ്ലിം ബാലനാണ്. എത്ര മുസ്ലിമാണ് അറ്റ്ലാന്റിക്കിലും പസഫിക്കിലും എല്ലാം ഈ ഒരു 1-2 കൊല്ലത്തിന്റെ ഉള്ളിൽ സിറിയക്കാരായ മുസ്ലിമീങ്ങൾ മരിച്ചുപോയി. അഭയാർത്ഥികളുടെ ബോട്ട് മറിഞ്ഞു, ഇത്ര ആൾ മരിച്ചു എന്ന് കണക്ക് വരുന്നത് സിറിയക്കാരാണ്. ഒക്കെ സിറിയക്കാരാണ്. 10 ലക്ഷം സിറിയക്കാരെ ഇക്കൊല്ലം ഞങ്ങൾ സ്വീകരിക്കുമെന്ന് ജർമ്മനി പറഞ്ഞു. പിന്നെ പിന്മാറി. 10 ലക്ഷം സിറിയക്കാരെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു, പിന്നെ പിന്മാറി. അപ്പോൾ ഒഴുകുക, അത്രയൊഴുക. തോൽപാത്രത്തിൽ വെള്ളമാക്കിയിട്ട് കോർത്തുകൊണ്ട് അടച്ചിട്ട് കഴുതയുടെ പുറത്തു. ഇതെന്റെ പുണ്യ റസൂൽ ഇങ്ങനെ ഉപമിച്ച് പറഞ്ഞു. തോൽപാത്രത്തിന് വെള്ളം പോലെ ഇതിനെ കിടന്ന് കളിക്കുമെന്ന് പുണ്യ റസൂൽ. വർക്കപ്പറ പുണ്യ റസൂൽ അങ്ങനെയാണ്. അതെന്താ അങ്ങനെ ഉപമിച്ച് പറയാൻ കാരണം? അതിന്റെ കാരണമുണ്ട്. തോൽപാത്രത്തിൽ വെള്ളമാക്കിയിട്ട് കോർക്കിട്ട് അടച്ചിട്ട് കഴുതയുടെ പുറത്ത് കയറ്റി വെക്കും. പിന്നെ കഴുതയാണ് വെള്ളം കൊണ്ടുപോവുക. പഴയ കാലത്ത് അങ്ങനെയാണ്. കഴുതപ്പുറത്ത് വെള്ളത്തിൽ കെട്ടിക്കും. വെള്ളം ചുമന്നോട് കഴുത എങ്ങനെ നടക്കും? വടിയും കൊണ്ട് മേക്കാരൻ ബാക്കിൽ നടക്കും. കഴുത നടക്കുമ്പോൾ എന്തുണ്ടാവും? കോർത്തിട്ടടച്ചാല് ഒരു ചെറിയ ഗ്യാപ്പ് അവിടെ ഉണ്ടാവും. ഫുള്ള് വെള്ളമാവില്ലല്ലോ, ഒരു ലേശം സ്ഥലം അവിടെ ഒഴിവുണ്ടാവും. അപ്പോൾ എന്തുണ്ടാവും? കഴുത ഒരു ചവിട്ട് അങ്ങോട്ട് ചവിട്ടുമ്പോൾ ഈ തോൽപാത്രത്തിലെ വെള്ളം എന്നൊരു ഒച്ചയോടുകൂടെ ആ ഭാഗത്തേക്ക് നിൽക്കും. പിന്നെ ഈ ഒന്ന് ഇങ്ങോട്ട് ചവിട്ടിയാൽ ഇങ്ങോട്ട് നിൽക്കും. ഈ കിലും കിലും എന്നുള്ള ഒച്ച ഇങ്ങനെ ഉണ്ടാവും. അതാണ് പുണ്യ റസൂൽ. ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ അവിടെയാവും, മറ്റന്നാൾ വഴക്കാവും, പിറ്റേന്ന് വടക്കാവും. തോൽപാത്രത്തിലെ വെള്ളം പോലെ സിറിയയിൽ ഫിത്ന കിടന്ന് കളിക്കുമെന്ന് പുണ്യ റസൂൽ. ലക്ഷക്കണക്കായ മുസ്ലിങ്ങളാണ് ഗളച്ഛേദം ചെയ്യപ്പെട്ടിട്ടും തോക്ക് കൊണ്ട് വെടിവെച്ചിട്ടും മിസൈല് പതിച്ചിട്ടും മറ്റു ബോംബിങ്ങിലുമൊക്കെ മരിച്ചു പോയിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കുക. ചിന്തിക്കണം. സിറിയക്കാരൻ നിലകളില്ലാത്ത കാലഘട്ടത്തിൽ മഹദി പ്രത്യക്ഷപ്പെടുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. പിന്നെയോ ഭക്ഷണത്തളികയുടെ അടുത്തിരിക്കുന്ന തീറ്റക്കാര് ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടിയിട്ട് വലിച്ചുവായി ഭക്ഷണം തീർക്കുന്നത് പോലെ നിങ്ങൾ കഴിച്ചു തീർക്കുന്ന കാലഘട്ടത്തിൽ മഹദി പ്രത്യക്ഷപ്പെടുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ആയല്ലോ. എന്താണ് അവൻ? ലോകത്ത് ഒരുവരെയും മുസ്ലിമീങ്ങൾ വിഷയം തന്നെയല്ല.
ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകയുടെ നാട്ടിലാണ് മിനിഞ്ഞാന്ന് പൊതുതിരഞ്ഞെടുപ്പ് നടന്നത്. കിങ് സൂചിയുടെ നാട്ടിൽ ലോകത്തെ ഏറ്റവും വലിയ സമാധാന പ്രവർത്തകയും മനുഷ്യാവകാശ പ്രവർത്തകയുമാണ് കിങ് സൂചി. ബർമ്മയിൽ, മ്യാൻമറിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പാണ്. നേരം വെളുത്തിട്ട് കുളിച്ച് മുല്ലപ്പൂ ചൂടി പട്ടാള അട്ടിമറിക്കെതിരെയും ഒരു രാജ്യം പട്ടാളത്തിന്റെ പൂട്ടിന്റെ അടിയിൽ ഞെരിഞ്ഞമരുന്നതിനെതിരെയും ലോകത്തെ ജനശ്രദ്ധ കൊണ്ടുവന്ന ലോകം കണ്ട വിപ്ലവനായി പെണ്ണാണ് കിങ് സൂചി. ഈ കിങ് സൂചിയുടെ നാട്ടിലെ മിനിഞ്ഞാന്ന് ബർമ്മയിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. രാവിലെ കുളിച്ചിങ്ങനെ ഭംഗിയായി കുളിച്ച് വസ്ത്രം ധരിച്ച് മുല്ലപ്പൂ ചൂടി മുടിക്കത്തിൽ മുല്ലപ്പൂ ചൂടിയിട്ട് ഇങ്ങനെ ഇറങ്ങി വന്ന് വീട്ടിൽ നിന്ന് വന്ന് വാഹനത്തിലിറങ്ങി പോളിംഗ് ബൂത്തിലേക്ക് നടക്കുന്ന പെണ്ണിന്റെ കിങ് സൂചിയുടെ ചിത്രം നമ്മുടെ എല്ലാ വർത്തമാന പത്രങ്ങളിലും ഉണ്ടായിരുന്നു. അവർ സുസ്മേര വദനയായിരുന്നു. അവൾ വളരെ ആനന്ദത്തിലും സന്തോഷത്തിലും കാണപ്പെട്ടു എന്ന് ലോകമാധ്യമങ്ങൾ എഴുതുകയും ചെയ്തിരുന്നു. എന്നാൽ അവരുടെ അതേ സൂചിയുടെ അതേ നാട്ടിൽ ലക്ഷോപലക്ഷം മുസ്ലിങ്ങളുണ്ട്. അവർക്ക് വോട്ടവകാശമില്ല. അതോ അത് ഒരു പ്രശ്നമല്ല. എരിവിൽ മട്ടിയെ കൊന്നാൽ അത് പ്രശ്നമാണ്. മുസ്ലിമിന് വോട്ടവകാശം ഇല്ലെങ്കിൽ ഒരു പ്രശ്നമല്ല. മുസ്ലിമിനെ കൊന്നാലും പ്രശ്നമല്ല. നമ്മളെ കാക്കട്ടെ. നിങ്ങൾ എന്റെ കൂടെ വരണം, അപ്പോഴേ എനിക്കത് മനസ്സിലാവുള്ളൂ. പക്ഷെ നമുക്ക് തോഫീക്ക് തരട്ടെ. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അഭിപ്രായമുണ്ടോ? ലോകം കണ്ട മനുഷ്യാവകാശ പ്രവർത്തകയാണ് ഇവള്. കണ്ടില്ലേ? എന്തുണ്ടോ പത്രത്തിലുണ്ടല്ലോ. കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? കണ്ടില്ലേ? മുല്ലപ്പൂ ചൂടി സുസ്മേരവദനയായി ഇങ്ങനെ ഇറങ്ങി വന്ന് വോട്ട് ചെയ്യാൻ വരുന്ന കിങ് സൂചിയുടെ ചിത്രമുണ്ട് ഇന്നലെ പത്രത്തിൽ. ഒക്കെ പ്രയാസമില്ല. ലക്ഷക്കണക്കിന് ലക്ഷോപലക്ഷം മുസ്ലിമീങ്ങൾ മ്യാൻമറിലുണ്ട്. അവർക്ക് അവകാശമില്ല. അവിടുത്തെ പട്ടിക്കും പന്നിക്കും നാക്കാലിക്കും ഇല്ലാത്തതുപോലെ മുസ്ലിമിനില്ല. മുസ്ലിം നാക്കാലിനെ പോലെയാണ്. അല്ലാഹു കാക്കട്ടെ. മനസ്സിലായോ പറഞ്ഞത്? മനുഷ്യന്മാർക്കല്ലേ വോട്ടവകാശം? നാക്കാലിക്കുണ്ടാവും. ആരെ കൂട്ടി? നാക്കാലിക്കില്ലല്ലോ. നാക്കാലിക്ക് ആ രാജ്യത്തെ പുല്ല് തിന്ന, അവിടെ കുഴിച്ചിടാം, അവിടെ ജനിക്കാം, അങ്ങനെ തന്നെ. പക്ഷെ വോട്ടവകാശമല്ല. ചിന്തിക്കണം. വിഷയമോ? വിഷയമല്ല. മുല്ലപ്പൂ ചൂടി വെച്ച മനുഷ്യാവകാശ പ്രവർത്തക വന്നത് ഒരു വിഷയമല്ല. അതെന്തുകൊണ്ട് ലോകത്തൊക്കെ പ്രശ്നം തന്നെയല്ല. അത് വിഷയമല്ല. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ഭാരതത്തിൽ മുസ്ലിംകൾക്ക് വോട്ടവകാശം നിഷേധിക്കണമെന്ന് സംഘപരിവാർ പറഞ്ഞു കഴിഞ്ഞ് അല്ലാഹു നമ്മളെ കാക്കട്ടെ. പറഞ്ഞല്ലേ? സംഘപരിവാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില അജണ്ടകൾ ഉണ്ടായിരുന്നു. ബീഹാറിൽ ജയിക്കുകയാണെങ്കിൽ രാജ്യസഭയിൽ കൂടി ഭൂരിപക്ഷം ഉണ്ടായാലോ ഭരണഘടന പോലും അട്ടിമറിക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. റബ്ബ് ഇടപെട്ടതുകൊണ്ട് ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും എല്ലാം വലിയ ഭരണാധികാരികളാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ബീഹാറിൽ ഈ വിഭാഗം വെട്ടിപ്പൊടി പറഞ്ഞിരുന്നുവെങ്കിൽ രാജ്യസഭയിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ വന്നാലോ ഭരണഘടന പോലും അട്ടിമറിക്കണമെന്ന് അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. സംഘപരിവാർ നേരത്തെ പറയുകയും ചെയ്തിരുന്നു, മുസ്ലിങ്ങൾക്ക് വോട്ടവകാശം പാടില്ല. അതാണ് മുസ്ലിങ്ങൾക്ക് നല്ലത് എന്നും അശോക് സിംഗാൾ പറഞ്ഞു. അത് മുസ്ലിമീങ്ങൾക്ക് നല്ലത്. വോട്ടവകാശം ഇല്ലാതിരിക്കലാണ് മുസ്ലിമീങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അത് തന്നെ തൊഗാഡിയ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കും. ഇങ്ങോട്ട് വല്ല അഭിപ്രായങ്ങളുണ്ടായോ? അതും ഉണ്ടായില്ല. എന്തുകൊണ്ട്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ അതിങ്ങനെ വലിച്ചുവായി തിന്നുന്നതിനിടയിൽ അവർ അതിനോട് കാണിക്കുന്ന
കാണിക്കുന്ന ആവേശം പോലെ ലോകത്തെ പല സമൂഹങ്ങളും നിങ്ങളെ നശിപ്പിക്കുന്നതിൽ ആവേശം കാണിക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അതിന്റെ ഇടയിൽ ചില ആളുകൾ പെടും, അങ്ങോട്ടും അവരിങ്ങോട്ടും. അങ്ങനെയാണ് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള തർക്കം. അവർക്കുള്ള തീറ്റയിൽ ആർക്ക് മേൽക്കുറക്ക് കിട്ടണം, ആർക്ക് കീഴ്ക്കുറക്ക് കിട്ടും എന്നതാണ് തർക്കം. അല്ലാതെ തിന്നു തീർക്കാനുള്ള കൗമാണ് എന്ന കാര്യത്തിൽ ഇവർക്ക് രണ്ടുകൂട്ടർക്കും തർക്കമില്ല. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള തർക്കം എന്താ? അമേരിക്കയും റഷ്യയും തമ്മിലുള്ള തർക്കം 50-50 മുസ്ലിം തിന്നു തീർക്കേണ്ടത്? 50 ഞങ്ങൾക്ക് 50 നിങ്ങൾക്ക്, അങ്ങനെയാണോ? അമേരിക്കക്കും റഷ്യക്കും മുസ്ലിങ്ങളെ തിന്നുന്ന അതിലുള്ള 50-50, അതോ 40-60, അതോ 30-70? ഇതാണ് തർക്കം. അല്ല തിന്നു തീർക്കേണ്ട കൗമാണ് എന്ന കാര്യത്തിൽ തർക്കം. എന്ന് ഇത് പുണ്യ റസൂൽ ഉറക്കപ്പറ പുണ്യ മുഹമ്മദ് മുസ്തഫ. നിങ്ങളെ ചിന്തിക്കണം, പട്ടിയെ കൊല്ലുന്ന കാര്യത്തിൽ ഒരു ക്രിസ്ത്യാനി മുതലാളി 24 മണിക്കൂർ പട്ടിണി കിടന്നിട്ടും സമ്മതം കൊടുത്തില്ല തെരുവിലെ പട്ടിയെ കൊല്ലുന്ന കാര്യത്തിൽ. എന്നാൽ പട്ടിയേക്കാൾ നിസ്സാരമായി മുസ്ലിമിനെ കൊല്ലുന്നു. അതിൽ ഒരു അഭിപ്രായം ആർക്ക് പറയാനുമില്ല. പത്രക്കാരൻ തന്നെ പറഞ്ഞത് എന്തിനാണ് അദ്ദേഹത്തെ കൊന്നത്? അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നത് ബീഫായിരുന്നില്ല, അത് മട്ടനായിരുന്നു എന്നാണ്. അതിനൊരു ധ്വനിയുണ്ട് ആ ഒരു ലേഖനത്തിന്, ആ വാർത്തക്കൊരു ധ്വനിയുണ്ട്. ബീഫായിരുന്നെങ്കിൽ കൊല്ലായിരുന്നു. മട്ടനായി പോയല്ലോ, മട്ടനായിട്ട് എന്തിനാ കൊണ്ടതെന്നാണ്. അപ്പൊ ബീഫാണെങ്കില കൊല്ലാം. മഹദി വരുമെന്നാണ് വിചാരിച്ചത്. എന്നാണ് മഹദി പ്രത്യക്ഷപ്പെടുക എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? പുണ്യ മുഹമ്മദ് മുസ്തഫ എവിടെയും ഉൾപ്പക്കത്തിലെ വെള്ളം പോലെയാണ്. ലോകത്തെ അത്ഭുതങ്ങൾ തമ്മിൽ യോജിക്കും, വിരുദ്ധ വിഭാഗം യോജിക്കും. ഈ കഴിഞ്ഞ 1 മാസം 1.5-2 മാസത്തിനുള്ളിൽ കണ്ട ലോകാത്ഭുതങ്ങളിൽ ഒന്ന് ഫിഡൽ കാസ്ട്രോയുടെ നാടിനെയും ബറാക് ഒബാമയുടെ നാടിനെയും തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി വത്തിക്കാനിൽ നിന്ന് മാർപ്പാപ്പ തന്നെ എഴുന്നള്ളി എന്നതാണ്. അദ്ദേഹം അതിന്റെ പേരിൽ വാഴ്ത്തപ്പെടുകയും ചെയ്തു. ഒരിക്കലും ഫിഡൽ കാസ്ട്രോയുടെ നാട്ടുകാരും അമേരിക്കൻ പ്രസിഡന്റും ക്യൂബൻ പ്രധാനമന്ത്രിയും തമ്മിൽ കൈവച്ച് ഹസ്തദാനം ചെയ്ത് കൂട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ നട്ടപ്പാതിരക്ക് നട്ടുച്ചയാവുക എന്നതാണ് ഇന്ന് നേരമായ. കാരണം ഒന്ന് ക്യാപിറ്റലിസവും ഒന്ന് കമ്മ്യൂണിസവുമാണ്. ഒരിക്കലും യോജിക്കില്ല. ലോകം കുടിക്കുന്നത് പോലെ തോന്നുന്നു. നിങ്ങൾ ചിന്തിക്കണം, ഉള്ള അജണ്ടകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 12-15 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ കൊണ്ട് തൊഴിലെടുപ്പിച്ചാൽ അന്താരാഷ്ട്ര നിയമമുണ്ട്, ജാമ്യമില്ലാതെ ജയിലിൽ നടക്കും. 15 വയസ്സിലുള്ള താഴെയുള്ള കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കാൻ പാടില്ല. ബാലവേല ഇന്റർനാഷണൽ കുറ്റകരമാണ്. ഇന്റർനാഷണൽ കുറ്റം. ബാലവേലയുണ്ടോ എന്ന് പരിശോധിക്കാൻ ലോക രാജ്യങ്ങളിൽ നോക്കി ചുറ്റുന്ന UNA-യുടെ സമിതി അംഗങ്ങളുണ്ട്. കുട്ടികളെ സംരക്ഷിക്കാൻ യൂണിസെഫ് പോലെയുള്ള സംഘടന ഐക്യരാഷ്ട്രസഭയ്ക്ക് വേറിട്ടുണ്ട്. അതിന് ആസ്ഥാനമുണ്ട്. ലോകത്തെ പ്രവർത്തകൻ ഇന്ത്യയിൽ അതിന് അംബാസഡർമാരുണ്ട്. യൂണിസെഫ്. എന്താ യൂണിസെഫിന്റെ ഉദ്ദേശം? കുട്ടികളെ ആരെങ്കിലും ദ്രോഹിക്കുന്നുണ്ടോ എന്ന് നോക്കുക, കുട്ടികളെ കൊണ്ട് പണിയേൽപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുവേണ്ടി ലോകത്തെ രാജ്യത്ത് സംവിധാനങ്ങളുണ്ട്. എന്നാൽ 12 വയസ്സിന് താഴെയുള്ള 540 കുട്ടികളെ റമളാൻ മാസത്തിൽ, ഈ കഴിഞ്ഞതിന് തൊട്ടുള്ള റമളാൻ മാസത്തിൽ ഉമ്മാനെ കൊണ്ടലയും ഉമ്മാനെ പകുതിയും പിടിച്ചു പോയിരിക്കുന്ന അരണ്ടരണ്ട് പീഡിച്ചിരിക്കുന്ന 12 വയസ്സിന് താഴെയുള്ള 540 കുട്ടികളെ
ഇസ്രായേൽ പട്ടാളം മുറ്റത്ത് ഷൂട്ട് ചെയ്തിട്ട് ഒരു ലോകരാജാവും ഒരു ലോക നേതാവും കണ്ടില്ല. വളരെ ചിന്തിക്കണം. മുസ്ലിമീങ്ങൾ യോജിച്ച് നിൽക്കണമെന്ന് പറയാനുള്ള കാരണം ഇവിടുത്തെ ഏതെങ്കിലും ഒരു സംഘടന റഹ്മത്തുള്ളാഹിക്ക് കൈക്കൂലി തന്നതാണെന്ന് ആരും വിചാരിക്കണ്ട. കേട്ടോ ചില ആളുകൾ ഇവരെന്താ കൈക്കൂലി? മുസ്ലിമീങ്ങൾ മുസ്ലിം സമുദായത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെയും വോട്ട് പിന്നിച്ചെന്ന് മുസ്ലിമീങ്ങൾ പറഞ്ഞത് അല്ലാഹുവാണ്, റഹ്മത്തുള്ള പറഞ്ഞത് അല്ലാഹു വേണ്ടിയാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആചാരമാണ് ഞാൻ പറഞ്ഞതല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി 10 പൈസ എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുമില്ല. അവരെ പോക്കറ്റിലെ ഒരു റുപ്യക്ക് എനിക്ക് ആവശ്യവുമില്ല. ജല്ലജലാലായ ആകാശവും ഭൂമിയും പടച്ച റബ്ബ് സാക്ഷിയാണ്. ഇത് ഞാൻ അല്ലാഹു വേണ്ടി പറഞ്ഞതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കം. റഹ്മത്തുള്ളാഹി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഓരോ ദിവസവും സോഷ്യൽ മീഡിയയാണല്ലോ ഇപ്പോൾ ലോകം നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ പുതിയ വിവാദമാണ്. എന്ത്? റഹ്മത്തുള്ളാഹി അങ്ങനെ പറഞ്ഞു. അപ്പൊ റഹ്മത്തുള്ളാഹിന്റെ പേരിൽ പുതിയ കോലമുണ്ടാക്കി കൂടെ റഹ്മത്തുള്ളാഹി കയറിയിട്ട് സ്വർഗത്തിൽ ചാടുന്നതായ ചിത്രങ്ങൾ വേറെ, പിന്നെ ഒരു കഴുതന്റെ പുറത്ത് റഹ്മത്തുള്ളാഹി പോസ്റ്റ് ഒട്ടിച്ചത് വേറെ, ഇങ്ങനെ പല ജാതി സാധനങ്ങളുണ്ട്. ഞാൻ പിന്നെ അത് കാണാറില്ല. കണ്ട ആളുകൾ എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങളെ പേരിൽ ഇങ്ങനെ സാധനം ഉണ്ട്, അവിടെ കഴുത നടക്കുന്നുണ്ട്, മറ്റോടത്ത് പോത്ത് നടക്കുന്നുണ്ട്, അതിനൊന്നും എനിക്ക് വേജാറില്ല. അതൊക്കെ ഈ അള്ളാഹിന്റെ കോടതിയിൽ നിന്ന് മനസ്സിലാക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച വയലാണെങ്കിൽ പറയില്ല. എന്തുകൊണ്ട്? അയാളൊരു വയറുകൊണ്ട് നമ്മളൊരു വോട്ട് മറിഞ്ഞു നിങ്ങൾ വിചാരിക്കണ്ട. ഇതെല്ലാം കഴിഞ്ഞല്ലോ. ദമ്മ് കഴിഞ്ഞ ശനിയാഴ്ച പൊളിച്ച് കഴിഞ്ഞല്ലോ. അങ്ങനെ ആയിക്കോട്ടെ. ഇത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വയറു പറയണമെങ്കിൽ ഞാൻ പറയൂല. ഇനിയിപ്പോ കാസിന് ഒരു വയറു പറഞ്ഞുകൊണ്ട് നിങ്ങളെ വോട്ട് പൊളിയണ്ട. പക്ഷെ ഞാൻ ഇന്ന വോട്ട് വരുന്നതിന് നിങ്ങളോട് പറയാണ്, റഹ്മത്തുള്ള MLA ഞാൻ പറഞ്ഞല്ല, അള്ളാഹു സാക്ഷിയാണ്. ഞങ്ങന്മാർ എങ്ങനെ വിചാരിച്ച് റഹ്മത്തുള്ള ഇത് മുസ്ലിം സമുദായത്തിന്റെ എഴുതത്തിന് വേണ്ടി പറയാനാണ്. മുസ്ലിമീങ്ങൾ വലിയ ആപത്ത് സംഭവിക്കും. അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. കുതിര കളിക്കണ്ട. വോട്ടവകാശം ഉണ്ടായിട്ടാണ് ഇപ്പോൾ ഓരോരുത്തരും ചാക്കം കൊണ്ട് ഇറങ്ങിയിട്ടുള്ളത്. വോട്ടവകാശം തന്നെയില്ലാതെ എന്ത് ചെയ്യും? പാർട്ടിന്റെ വിലയില്ല. ബർമയിൽ മുസ്ലിമീങ്ങൾക്ക് വോട്ടവകാശമല്ല. ഉള്ളത് യോജിച്ച് നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറില്ലാത്ത, ഇന്നല്ലെങ്കിൽ നാളെ കണ്ടറിയാത്തവൻ അല്ലാതെ എനിക്ക് PK കുഞ്ഞാലിക്കുട്ടിയോ ഈ അഹമ്മദോ എന്തെങ്കിലും മേശന്റെ അടി കൂടെ തന്നിട്ടല്ല. ഞാൻ അവരൊന്നും കാണാറില്ല. ഞാൻ ഈ മനുഷ്യന്മാരെന്നും കൊല്ലത്തിൽ 2 കൊല്ലത്തിൽ എപ്പോഴെങ്കിലും കണ്ടെങ്കിൽ കണ്ടു. അത്രേ. ഞാൻ രാഷ്ട്രീയം പറയാൻ നിങ്ങൾ വിചാരിക്കേണ്ടത് സംഘാടകർ മുന്നിക്കും ബാക്കർക്കും നോക്കേണ്ട ഇയാൾ എന്താണ് ഈ പറയാൻ പോകുന്നത്. നിങ്ങളൊരു വിചാരം വേണ്ട. നിങ്ങൾ ഇന്നെയാണല്ലോ വിളിച്ചത്. എനിക്കിവിടെ 2 മണിക്കൂർ വേറെ അവകാശമുണ്ട്. നിങ്ങൾക്ക് തോന്നിയത് പറയാനല്ല നിങ്ങൾ എന്നെ വിളിച്ചത്. എനിക്ക് തോന്നിയത് നിങ്ങൾ കേൾക്കണം. അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറയും മനുഷ്യന്മാരെ? അല്ലേ? നിങ്ങൾക്ക് തോന്നിയത് ഞാൻ പറയാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ കേട്ടോളി, ഞാൻ ഇതുണ്ടാക്കാൻ വേണ്ടി പറയാം. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ കൊണ്ടായി മുസ്ലിമീങ്ങൾ മറ്റൊരു മുസ്ലിമിനെ 3 വോട്ട് 6 വോട്ടിന് തോൽപ്പിച്ച് എന്താണ് ലാഭം? എന്തുണ്ടായി? എന്നിട്ട് ആരവിടെ നേടിയത്? എന്താണ് മനുഷ്യന്മാരെ ഈ കാട്ടിക്കൂട്ടുന്നതിന്റെ കഷ്ടം? ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ച് മുസ്ലിമീങ്ങൾ നശിക്കാൻ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കും. എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നതിന്റെ അർത്ഥം? എനിക്ക് ഒരാരും ഒന്നും തരൂല്ല. എനിക്കെന്റെ ആവശ്യം ഒരാവശ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. ഞാനൊരാവശ്യം പറഞ്ഞിട്ട് ഇക്കാലം വരെ നേതാക്കന്മാരടുത്തേക്ക് പോയിട്ടില്ല. ഒരു പോലീസ് സ്റ്റേഷന്റെ കേസ് വരെ ഇല്ല. ഞാൻ പഴയ കാലത്ത് നമ്മൾ SKSF ഒക്കെ ഉണ്ടാക്കിയ സമയത്ത് ഒരിക്കലൊരു വയറിന്റെ പെർമിറ്റിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെന്നല്ലാതെ ഞങ്ങൾക്കൊരു പരിപാടിയും ഇല്ല. ഞാൻ 1988 89 SKSF ഉണ്ടാക്കിയ കാലത്ത് ഒരു മൈക്ക പെർമിറ്റിന് വേണ്ടി ഇടക്കര പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് എന്നല്ലാതെ ഞാനൊരു പോലീസിന്റെ ഒരു സംഗതിക്കും ഇടക്കര എന്റെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു ഗതികേട് വന്നിട്ടില്ല. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഇല്ല, ഞാൻ അങ്ങനെ ഒരു ഭീകരവാദിയുമല്ല. നിങ്ങൾക്ക് എന്നെ അറിയാലോ. വയറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ SI വന്നിട്ട് രാത്രി 1:30 മണിയായി ആയപ്പോൾ പാനൂരിൽ എന്റെ വയറ് നിർത്തി. SI ജീപ്പ് വന്നിട്ട് വയറ് നിർത്തി. തങ്ങൾ ഹൈദർ തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പോയി. പിന്നെ ഞാൻ വയറ് പറഞ്ഞു. നേരം പോയി.
രാത്രി 1:30 മണിയായപ്പോ പോലീസ് വണ്ടിയിൽ ഒന്ന് നിർത്തി. വയൽ നിർത്താൻ വേണ്ടി പറയുന്ന വയൽ നിർത്തി. വയൽ നിർത്തിയപ്പോ ഞാൻ ഇറങ്ങിയില്ല. കാരണം വയൽ നേരം വൈകിയാൽ 10 മണി കഴിഞ്ഞിട്ട് വയൽ പറഞ്ഞാൽ മരിക്കാം ഓണാക്കിയാൽ 2 ആളെ മേൽ കേസെടുക്കാനാണ് ഒന്നാമത്തെ അവകാശം. 1 വയൽ പറയുന്നവന്റെ മേൽ, 2 സെറ്റാരുടെ മേൽ. അതുകൊണ്ട് സംഘാടകർക്കൊന്നും വലിയ മേലെ കൊടുക്കില്ല, നമ്മൾക്കാണ് കൊടുക്കുക. അതുകൊണ്ട് ഉസ്താദ് അവിടെ ഇരിക്കും, പോലീസ് ജീപ്പ് പോയിക്കൊള്ളണം. ഞങ്ങൾ അവിടെ ഇരുന്ന് ആളുകളൊക്കെ പോയി കഴിഞ്ഞു. പോലീസ് ജീപ്പ് പോയതന്നെയില്ല. പോലീസ് ജീപ്പ് അവിടെ ഇങ്ങനെ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ പോലീസ് SI തന്നെ ഇറങ്ങി ഇങ്ങോട്ട് പന്തലിലേക്ക് കയറിയപ്പോൾ ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ പോലീസ് SI കൈകൂപ്പി വന്നോട്ട് പറഞ്ഞ് മാപ്പാക്കണം, ഞങ്ങൾ നിങ്ങളോടൊരു മാപ്പ് പറയാൻ വേണ്ടി അവിടെ കാത്തു നിന്നതാണ്. നിങ്ങളെപ്പറ്റി ഡിപ്പാർട്ട്മെന്റിന് മോശപ്പെട്ട ഒരഭിപ്രായമില്ല. നിങ്ങളൊരു പദപ്രഭാഷണം നടത്തിയത് കൊണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ബ്ലാക്ക് ലിസ്റ്റിലുള്ള ആളല്ല നിങ്ങൾ. ഇവിടെ നല്ല പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന പ്രഭാഷകന്മാരെ സമാധാനത്തിന് വേണ്ടിയൊക്കെ ശ്രമം നടത്തുന്നവരെ കൂട്ടത്തിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ബോധമുള്ള ഒരാളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളെ പ്രഭാഷണം നിർത്തേണ്ട ഒരാവശ്യമൊന്നുമില്ല. പക്ഷേ പരിസരത്തിൽ നിന്ന്, പരിസരവാസികളെ വീടുകളിൽ നിന്ന് അങ്ങനെ ഞങ്ങൾക്കൊരു ഫോൺ കോൾ വന്നു പലതവണ. അപ്പോൾ പിന്നെ നിർബന്ധാവസ്ഥയിൽ വന്നതാണ്, നിങ്ങൾ ക്ഷമിക്കണം എന്നാണ്. ഇത് പാനൂരിൽ എനിക്കുണ്ടായ അനുഭവമാണ്. ഞാനിത് നിങ്ങളോട് പറയുന്നത്, ഞാനിവിടെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട ആളല്ല. അള്ളാഹു നമ്മൾ അതിനെ തൊട്ടൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ പാണക്കാട് ഹൈദരലി ശിഹാബുരങ്ങളുടെയും സാദിഖലി ശിഹാബുരങ്ങളുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട സമസ്തയുടെയും പാണക്കാട് കുടുംബത്തിന്റെയും അതിന്റെ പിന്നിൽ നിൽക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതൊന്നും ലാഭത്തിന് വേണ്ടി പറയുന്നതല്ല ജനങ്ങളെ. നിങ്ങൾ തല തുറന്ന് ചിന്തിക്കണം. ലോകത്ത് നടക്കുന്ന അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ബാലവേല നടത്തിയ നിയമമുണ്ടല്ലോ. നിങ്ങൾക്കറിയില്ലേ എത്രയാളെ ഇടക്കിടക്ക് അറസ്റ്റ് ചെയ്യുന്നതിന്റെ? ടയർ റീസോളിംഗ് ചെയ്യുന്ന കമ്പനിയിൽ ചെറിയ 19 വയസ്സായ ഒരു കുട്ടി ആമറ് കൊണ്ട് പണിയെടുക്കുന്നത് മനോരമ ഫ്രണ്ട് പേജിൽ വാളയാറിന്റെ പരിസരത്ത് നിന്ന് 4 കൊല്ലം മുമ്പ് റിപ്പോർട്ട് ചെയ്തപ്പോൾ വലിയ പ്രശ്നം, കോളിളക്കം ഉണ്ടായി. ബാലവേല ചെയ്യിപ്പിക്കുന്നു, വലിയ അറസ്റ്റ് വന്നു, വലിയ പ്രശ്നങ്ങൾ വന്നു, ഭയങ്കര വിഷയം ഉണ്ടായി. അത് ലോക നിയമമാണ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കാൻ പോലും പാടില്ല. പിന്നെ അവരെ കൊല്ലുക, തൊഴിൽ ചെയ്യിപ്പിച്ച ജാമ്യമില്ലാതെ. എന്നാൽ 12 വയസ്സിന് താഴെയുള്ള 540 മുസൽമാന്റെ മക്കളെ പരിശുദ്ധ റമളാൻ മാസത്തിൽ ഉമ്മാനെ കോട്ടയിൽ തൂങ്ങി നിൽക്കുന്ന കുട്ടികളെ വീട്ടുമുറ്റത്ത് വെടിവെച്ചിട്ട് കൊന്നിട്ട് ചോദിക്കാൻ ഒരു ലോക നേതാവില്ല. മുത്തുനബി പറഞ്ഞതാണ്. ഉറക്കപ്പുറം മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്നാണ് ഇതുണ്ടാവുക? എന്നാണ് മഹദികളാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അതുകൊണ്ട് അവസരം ഗൗരവമായി മനസ്സിലാക്കണം, അവസരം ചിന്തിക്കണം, മുസ്ലിങ്ങളെ കാര്യങ്ങളെ വിലയിരുത്തണം. മുസ്ലിം സമുദായം ഉമ്മത്തിന്റെ വാപ്പയാണെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഏത് നബിയും ഉമ്മത്തിന്റെ വാപ്പയാണ്. അപ്പോൾ നമ്മുടെ വാപ്പ മുത്തുനബിയാണ്. ഉറക്കപ്പറ മുത്ത് മുഹമ്മദ് മുസ്തഫ. നമ്മൾ ആദർശത്തിന്റെ വാപ്പ മുത്ത് മുഹമ്മദ് മുസ്തഫ. കുല്ലു നബിയിൻ അബു ഉമ്മത്തിഹി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ കുല്ലു നബിയിൻ അബു ഉമ്മത്തിഹി. ഏതൊരു നബിയും ആ നബിയുടെ ഉമ്മത്തിന്റെ വാപ്പയാണ്. അപ്പോൾ നമ്മളെ വാപ്പ മുത്തുനബി. അപ്പോൾ ലോകത്തെ മൊത്തം മുസ്ലിമീങ്ങളും ഒന്നിരിക്കൽ നമ്മളുടെ അഞ്ചന്മാരോ മക്കളോ മനസ്സിലാവും. നമ്മുടെ വാപ്പാന്റെ കുട്ടികളാണല്ലോ. നമ്മുടെ വാപ്പ ആരാ? أنت أمنا أبو ما رأينا بهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. നമ്മളെ മുത്തുനബിയാണ്. ലോകത്ത്
എവിടെ ഒരു മുസ്ലിമിന് വിഷമുണ്ടായാലും നമുക്ക് വിഷമാണ്, സഹിക്കാൻ കഴിയില്ല, നമുക്ക് സഹിക്കാൻ കഴിയില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരു മുസ്ലിമിന്റെ നാട്ടിൽ മഴ പെയ്തെന്ന് കേട്ടാൽ എന്റെ മനസ്സിലേക്ക് കുളിർക്കാറ്റ് വരാറുണ്ടെന്ന് ഇബ്നു അബ്ബാസ്. ആ നാട്ടിൽ എന്റെ ഒട്ടകക്കൂട്ടങ്ങളില്ലെങ്കിൽ പോലും, ആ നാട്ടിൽ എന്റെ കൃഷിയില്ലെങ്കിൽ പോലും, ആ നാട്ടിൽ എന്റെ ചരക്ക് വാഹനങ്ങളില്ലെങ്കിൽ പോലും എനിക്ക് സന്തോഷം. എന്റെ മുസ്ലിമിന്റെ നാട്ടിൽ മഴ പെയ്താൽ എന്റെ ഒട്ടകക്കൂട്ടങ്ങളോ എന്റെ കൃഷിയോ അവിടെ ഇല്ലെങ്കിൽ പോലും എനിക്ക് സന്തോഷമുണ്ടെന്ന് എന്റെ കരളിലേക്ക് തണുത്ത കാറ്റടിക്കാറുണ്ടെന്ന് ഇബ്നു അബ്ബാസ്. എന്റെ മുസൽമാനെ മുസ്ലിം എന്ന് പറഞ്ഞാൽ ചിന്തിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വ മുഹമ്മദുർ റസൂലുള്ളാഹ്. ചിന്തിക്കണം. അതുകൊണ്ട് എന്തിനാണ് മുസൽമാനെ ഭിന്നിക്കുന്നത്? എത്രയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്? ഭിന്നിപ്പിക്കുന്ന പിശാചാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടില്ലേ? ഭിന്നിക്കുന്നതിന്റെ പിന്നിൽ പിശാചാണ്. അൽ ജമാഅത്തു റഹ്മത്തുൻ വൽ ഫിർഖത്തു അദാബ്. എവിടെ സംഘമുണ്ടോ, എവിടെ സംഘശക്തിയുണ്ടോ അവിടെ അല്ലാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകുമെന്ന് പുണ്യ റസൂൽ. വർക്കപ്പറ മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കുക, മുസ്ലിങ്ങളെ ചിന്തിക്കണം. അതുകൊണ്ട് സമാനാണെന്ന് ചിന്തിക്കണം. ലോകത്തിന്റെ നാനാഭാഗത്തും പ്രയാസങ്ങളുടെ മേൽ പ്രയാസമാണ്. എവിടെ മുസ്ലിം രാജ്യങ്ങളിൽ എവിടെയും പ്രയാസമാണ്. ഖലീൽ പള്ളിയിൽ 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ഖലീൽ പള്ളിയിലേക്ക് കയറിയ ഇസ്രായേൽ പ്രാന്തൻ റമളാനിൽ തറാവീഹ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഖലീൽ പള്ളിയിലേക്ക് കയറിയിട്ട് തന്റെ മെഷീൻ കണ്ടുകൊണ്ട് വെടിവെച്ച് നിസ്കാരത്തിൽ നടക്കും തറാവീഹ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന 15 മുഅ്മിനീങ്ങൾ അവിടെ കിടന്ന് ഷഹീദായി. 15ഓളം മുസ്ലിമീങ്ങൾ അവിടെ കിടന്ന് ഷഹീദായി. അപ്പോൾ പള്ളിക്ക് പോലീസ് വന്ന് സീനി വെച്ച് പള്ളി അടച്ചു. മുസ്ലിമീങ്ങളിൽ 15ഓളം ആളുകൾ തറാവീഹ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നവർ ഷഹീദായി വീണു. ഒരു ജൂത ഫണ്ടമെന്റലിസ്റ്റ് വന്ന് വെടിവെച്ച്. പിന്നീട് പള്ളി പൂട്ടി. എങ്ങനെയാണല്ലോ ഒരു പ്രശ്നം നടന്ന പള്ളി പൂട്ടി. അല്ലാഹു കാക്കട്ടെ. പിന്നീട് അതിനെപ്പറ്റി ചർച്ച നടന്നു. ചർച്ച നടന്നപ്പോൾ ജൂതന്മാരെ പറഞ്ഞു, ഇനി കയറാതിരിക്കണമെങ്കിൽ പള്ളിയുടെ പകുതി ഞങ്ങൾക്ക് തരണം. അവസാനം സമ്മതിക്കേണ്ടി വന്നു. ഇപ്പോൾ ഇബ്രാഹിം നബിയുടെ പള്ളി പകുതിയും പകുതിയാണ്. പകുതി മുസ്ലിമീങ്ങൾക്ക്, പകുതി ജൂതന്മാർക്ക്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്കും. ഇപ്പോൾ പുതിയ പരിപാടി എന്താ? മുഹമ്മദ് മുസ്തഫ 16-17 മാസം, ചില സ്വഹാബികൾ പറയുന്ന 16 മാസം, ചില സ്വഹാബികൾ 17 മാസം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 16-17 മാസങ്ങൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞ് നിസ്കരിച്ച പള്ളിയാണ് ബഹുമാനപ്പെട്ട മസ്ജിദുൽ അഖ്സ. അല്ലാഹുവിന്റെ ശറഫ് നിലനിർത്തട്ടെ, അല്ലാഹുവിന്റെ ശറഫ് നിലനിർത്തട്ടെ, അല്ലാഹുവിന്റെ ശറഫ് നിലനിർത്തട്ടെ. ആ പള്ളി നിങ്ങൾ ചിന്തിക്കണം. ആ പള്ളി ചുമര് വെക്കാനുള്ള കളിയാണ് ഇപ്പോൾ കളിക്കുന്നത്. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ടെൽ അവീവിലെ ജൂത കോടതി ആ പള്ളിയിൽ കയറി ആരാധന നടത്തുന്ന ജൂതന്മാരെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഇസ്രായേലി സർക്കാരിനോട് ആവശ്യപ്പെടുകയുണ്ടായി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതിന്റെ പേരിലാണ് ഇപ്പോൾ നടക്കുന്ന കുഴപ്പം. അല്ലാഹു തആല മനസ്സ് തുറന്നു പറയും, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, പടച്ചവനെ അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. എന്തേ ലക്ഷ്യം? ആ പള്ളി പൂട്ടിക്കുക. അല്ലെങ്കിൽ പകുതിയായി കിട്ടിയാൽ പകുതി അവർക്കും കൂടി കിട്ടിയാൽ ഈ പള്ളി പൊളിക്കണം എന്നാണ് അവരുടെ വാദം. പള്ളിയുടെ പകുതി അവർക്ക് പൊളിക്കാനോ, അവർക്ക് അവകാശപ്പെട്ട് കിട്ടിയാൽ ആ പള്ളിയുടെ പകുതി അവർക്ക് പൊളിക്കാനോ. ബൈത്തുൽ മുഖദ്ദസ് പൊളിക്കണമെന്നാണ് ജൂത താല്പര്യം. മസ്ജിദുൽ അഖ്സയെ ജൂതന്മാര് അംഗീകരിക്കില്ല. ജൂതന്മാര് പറയുന്നത് അവിടെ ഒരു ക്ഷേത്രമായിരുന്നു, ഹൈക്കൽ സുലൈമാനി.
ഈ ക്ഷേത്രത്തെ മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. ഈ പള്ളി പൊളിച്ച് ക്ഷേത്രം ഉണ്ടാക്കണമെന്ന് ലോകത്ത് ഈ വീരവാദ മുഴക്കുന്ന ജൂതന്മാര് ഇപ്പോൾ പള്ളിയുടെ അകത്ത് കയറി ആരാധന നടത്താൻ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ജൂതൻ കോടതി ജൂതന്മാർക്ക് അനുവാദം നൽകുകയും ആരാധനയ്ക്ക് വേണ്ടി പള്ളിയിൽ കയറുന്ന ജൂതന്മാരെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഒരു ജൂത സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തിനാ പള്ളിയിൽ പ്രശ്നമുണ്ടായാൽ പള്ളി പൂട്ടും? പൂട്ടിയാലോ പള്ളിക്കുണ്ടായാൽ അനുഭവം വരുത്തും. ഒന്നാൽ പകുതിയാക്കണം. ആക്കിയാലോ അവരെ അവർക്ക് പൊളിക്കാൻ നമ്മളെ കാക്കട്ടെ. കളിയാണ്, ബമ്പം കളിയാണ്. ഇതിന്റെ പിന്നിൽ വലം عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير. ഇതുകൊണ്ടൊക്കെയാണ് കുട്ടികളെ പറയുന്നത് നമ്മൾ യോജിച്ചു നിൽക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്ന് പറയും അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്ന് പറയും അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറന്ന് പറയും കുട്ടികളെ അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹിന്റെ കോടതിയിലെങ്കിലും നമുക്ക് പറയാലോ. ഇനി നമ്മൾ നിസ്സാരമായ വാക്ക് പറഞ്ഞിട്ട് തമ്മിൽ തെറ്റി നടക്കരുത്. വലിയ പ്രശ്നം ഉണ്ടാക്കും. ലോകം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. അള്ളാഹു കാക്കട്ടെ. മനസ്സ് തുറന്ന് പറ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബക്കറ്റ് പിരിവ് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും സഹായിക്കണം. ഇത് ഇൽമിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു സദസ്സാണ് എന്നവർ പറഞ്ഞു. എന്നാൽ ഇതിന് ഭയങ്കര ഒരു ചെലവുണ്ടായിരിക്കും. എല്ലാവരും സഹായിക്കണം. എല്ലാവരും സഹായിക്കണം. ഏതായാലും വലിയ പൈസ കൊടുത്ത് സഹായിക്കണം. ഒരു 10 സ്വലാത്ത് ചെല്ലാം. അതിനിടയിൽ വേണമെങ്കിൽ 1-2 മിനിറ്റ് ഒരു 10 സ്വലാത്ത് അല്ല, ഒരു ശ്വാസം പോരാൻ ഒരു 10 സ്വലാത്ത്, ഒരു 10 സ്വലാത്ത് വർക്ക്. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 ഉറക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ നമ്മൾ ചിന്തിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. നമ്മൾ മുസ്ലിമീങ്ങളെ നമ്മൾ അല്ലാഹുവിന്റെ അടിമകളാണ്. മുത്തുനബി തന്നെയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചിന്തിക്കണം. അതുകൊണ്ട് യോജിക്കാവുന്നിടത്തെല്ലാം യോജിക്കണം. ലോകത്തെ പ്രയാസങ്ങൾ ഭയങ്കരമാണ്. മ്യാൻമറിൽ നിന്ന് 1,30,000 മുസ്ലിമീങ്ങൾ ഇന്ത്യയിൽ വന്നിരിക്കുന്നു. ഫരീദാബാദിലുണ്ട്, ഹരിയാനയുടെ മറ്റു ഭാഗങ്ങളിലുണ്ട്, ജോധ്പൂരിലുണ്ട്, ഹരിയാനയുടെ പല ഭാഗങ്ങളിലുണ്ട്, ഡൽഹിയിലുണ്ട്, ഹൈദരാബാദിലുണ്ട്, ജമ്മുവിലുണ്ട്. 1,30,000 മുസ്ലിമീങ്ങൾ ബർമയിൽ നിന്ന് വന്നിരിക്കുന്നു. സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല. മുസ്ലിമായതുകൊണ്ട് وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد. പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل അതൊക്കെ ഇവിടെയും ആവർത്തിക്കൂലെന്ന് വിചാരിക്കണ്ട. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. തണുപ്പോടുകൂടി ഇരിക്കരുത്, വളരെ ചൂടിലിരിക്കി. ഞാനിത് വളരെ കൃത്യമായ ചില രേഖകൾ പറയാണ്. മ്യാൻമറിൽ നിന്ന് 1,30,000 മുസ്ലിമീങ്ങൾ ഇന്ത്യയിൽ വന്നിരിക്കുന്നു.
അവർ ജമ്മുവിലുണ്ട്, ചിലർ ഫരീദാബാദിലുണ്ട്, ചിലർ നോഹുവിലുണ്ട്, ചിലർ ഡൽഹിയിലുണ്ട്, ചിലര് ഹൈദരാബാദിലുണ്ട്. 1,80,000. ഞാനവരെ 2 തവണ റമദാനിന് ശേഷവും 2 തവണ പോയി കണ്ടു. കോഴിക്കോട് ക്ലാസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അവരെ സഹായിക്കാൻ പല ആളുകളും സഹായിച്ചു. റബ്ബിന്റെ സഹായത്താൽ റമദാൻ കഴിഞ്ഞിട്ട് പോയി അവരെ കണ്ടു. റമദാനിൽ ഞാൻ ഈ പ്രദേശങ്ങളിൽ ഏകദേശം പോയിരുന്നു. റബ്ബിന്റെ സഹായം കൊണ്ട്, തൗഫീഖ് കൊണ്ട് റമദാൻ കഴിഞ്ഞപ്പോൾ പോയി ഒരു സഹായം സംഘടിപ്പിച്ച് ടെന്റുകളിൽ പാർക്കുന്ന ടെന്റുകളൊക്കെ ചോർന്നൊലിക്കുന്നു. വെയിൽ കൊണ്ട് ആളുകൾ കരിയുന്ന അവസ്ഥ, ബേജാറ്. അവർ ഇന്ത്യക്കാരല്ല. ഐക്യരാഷ്ട്രസഭയുടെ സമ്മതത്താല് ഇന്ത്യൻ സർക്കാർ അവർക്കൊരു കാർഡ് അടിച്ചു കൊടുത്തിരിക്കുന്നു. റെഫ്യൂജി, UN റെഫ്യൂജി, മ്യാൻമറിൽ നിന്ന് വന്ന അഭയാർത്ഥി എന്നുള്ള ഒരു വ്യക്തിക്ക് കാർഡ് അടിച്ചു കൊടുത്തിരിക്കുന്നു 3 കൊല്ലത്തിന്. അറിയില്ല. ഞാൻ അവരെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങളുടെ അവസ്ഥ? അക്കൂട്ടത്തിൽ ഡോക്ടർമാരുണ്ട്. തനി ഈ മണ്ണിലാണ് കിടക്കുന്നത്. ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ഹാഫിളീങ്ങൾക്ക് ഇഷ്ടം പോലെയുണ്ട്. ഹാഫിള ഖദീജ എന്ന ഒരു പെണ്ണിന് ഖുർആൻ മനപ്പാടമാണ്. ആ പെണ്ണിനെ ഞാൻ നുഹൂവിൽ വെച്ച് കണ്ടു. അവരെ ക്യാമ്പിൽ പോയപ്പോൾ കണ്ടു. അപ്പോൾ ഞാൻ ആ ഖദീജ എന്ന പെണ്ണിനോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അനുഭവം? അപ്പോൾ പറഞ്ഞു, ബുദ്ധന്മാർ രാവിലെ 10:30 മണിക്കാണ് എന്റെ വീട്ടിൽ വന്ന് കയറി എന്റെ വീട്ടിന്റെ മുറ്റത്തിട്ടിട്ട് എന്റെ ഭർത്താവിനെ വെടിവെച്ച് കൊന്നത്. അയാൾ ഹാഫിൾ, ഭാര്യയും ഹാഫിൾ, ഭാര്യ ഹാഫിളത്ത്, ഖുർആൻ മനപ്പാടം. പെണ്ണിന്റെ പേര് ഹാഫിള ഖദീജ ബീഗം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ആരായിരുന്നു? കച്ചവടക്കാര്, ഡോക്ടർമാരുണ്ടാ കൂട്ടത്തിൽ, എഞ്ചിനീയർമാരുണ്ടാ കൂട്ടത്തിൽ, സർക്കാർ ഉദ്യോഗം വഹിച്ചവരുണ്ടാ കൂട്ടത്തിൽ. റഹ്മത്തുള്ള കഥ പറയുകയല്ല, റഹ്മത്തുള്ള മനോരമ വായിച്ച് പറയുകയല്ല. അതിനുവേണ്ടി ഞാൻ 2 തവണ ഇപ്രാവശ്യം ഡൽഹിയിലും പരിസരത്തും പോയിരുന്നു. നിങ്ങളെ പോയിട്ടുണ്ടല്ല സഹായവും. എന്താ ഒരവസ്ഥ? മനപ്പാടമുള്ള ആണുങ്ങൾ, പെണ്ണുങ്ങൾ, വലിയ വലിയ ഭൂസ്വത്തുള്ളവര്, വലിയ വലിയ കച്ചവടമുള്ള മുതലാളിമാര്, ബിൽഡിംഗും മറ്റും റോഡ് സൈഡിൽ ബിൽഡിങ്ങിന്റെ വാടക കിട്ടാനുള്ളവര്. അവസാനം അവര് എന്ത് ചെയ്ത് രാജ്യത്ത് നിന്ന് പുറത്തേക്ക് എറിഞ്ഞു. ആര്? വായന പേരിട്ടാ കടിക്കൂലാന്ന് ലോകം പറയുന്ന ബുദ്ധന്മാര്. ബുദ്ധമായ പറ്റി അങ്ങനെ പറയാതെ വായ പേരിട്ടാ കടിക്കൂല. അവരെ പുറത്താക്കി. എന്തുകൊണ്ട്? ഏതൊരാളും നിങ്ങളെ വലിച്ചു വായിക്കുന്ന കാലം വരുമെന്ന പുണ്യ മുഹമ്മദ് മുസ്തഫ. എന്താ പരിഹാരം? വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ. മുസ്ലിമീങ്ങൾ പരമാവധി യോജിച്ചു നിൽക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് നമ്മളെ ക്വാർട്ടിന്റെ അടിയിലിരുന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒറ്റയ്ക്ക് ഇത് ഞാൻ കണ്ടു പറയാം, കേട്ട് പറയല്ല, കണ്ടു പറയാം. വളരെ ചിന്തിക്കണം. 220 കുടുംബങ്ങൾ 22 സെന്റിൽ പാർക്കുന്നുണ്ട്. 220 കുടുംബങ്ങൾ ഡൽഹിയിൽ. അത് ഞങ്ങൾ പോയി കണ്ടപ്പോൾ ബേജാറായി. അപ്പൊ അതാണ് വലിയത്. വിചാരിച്ച ഒരു ചെറിയ സംഖ്യയും കൊണ്ട് അവരുടെ കയറുമ്പോൾ അതിനേക്കാൾ വലിയ സംഭവമാണ്. അപ്പുറത്ത് ഇഷ്ടം പോലെ 220 ആളുകളാകുമ്പോൾ ഇന്ത്യയിൽ വന്ന് പഠിച്ചു നോക്കുമ്പോൾ 1,30,000 ആളുകളുണ്ട്. സ്വന്തം നാട്ടിൽ മുതലാളിമാരായി കഴിഞ്ഞവർ. ചിന്തിക്കും, എന്താ പ്രശ്നം? പ്രശ്നം അവരെ മുസ്ലിമായി പോയി എന്നതാണ്. ലോകത്ത് നിങ്ങൾ ചിന്തിക്കണം. പ്രയാസം എവിടെ പ്രയാസമാണ്? എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ുന്നത് പോലെയാണ് ദീനിനെ പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെ ഒരു കാലം വരുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ആ കാലം നമ്മുടെ മുന്നിൽ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു.
എന്താ പരിഹാരം? പരിഹാരം 1-2 കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും. ഒന്നാമത്തെ പരിഹാരം, മുസ്ലിമീങ്ങൾ വെറുതെ ഭിന്നിച്ച് നശിക്കരുത്. പരമാവധി യോജിച്ചു പോകാൻ ശ്രമിക്കണം. നമുക്കൊരു നേതൃത്വമുണ്ട്. അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ-ഉലമയും ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് കുടുംബവുമാണ്. അള്ളാഹു ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇനി സുന്നികളും അസുന്നികളും ഉണ്ടല്ലോ, ആയിക്കോട്ടെ. എന്നാൽ ഇവിടെ അസുന്നികൾ ഉണ്ടായിരുന്നവരും പണ്ടും പാണക്കാട് നേതൃത്വത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അത്തരം ഒരു ശുദ്ധമായ നേതൃത്വം ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനുള്ളതായി എന്റെ അറിവിലില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഈ സദസ്സിൽ ആർക്കെങ്കിലും ഇതിനേക്കാൾ നല്ലൊരു നേതൃത്വത്തെ പറ്റി ബോധമുണ്ടെങ്കിൽ എന്നോട് പറയാവുന്നതാണ്. അങ്ങനെ നേതൃത്വമുണ്ട്. എന്റെ അറിവിലും പരിചയത്തിലും, നമ്മളിപ്പോൾ പലരെയും അറിയുന്നുണ്ടല്ലോ, നമ്മളെ അറിവിലും പരിചയത്തിലും പാണക്കാട്ട് കുടുംബത്തിനെ പോലെ ഒന്ന് വിവേകം, ഒന്ന് എടുത്തുചാട്ടമില്ല. വിവേകം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് പറ? വിവേകം. എടുത്തുചാട്ടം എളുപ്പമുണ്ട്. കൂത്തുപറമ്പിൽ 2 ദിവസത്തെ പ്രഭാഷണം ഉണ്ടായിരുന്നു അബ്ദുൽ നാസർ മഅദനിക്ക്. അപ്പോൾ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ, ശിഹാബ് തങ്ങളുടെ പേരിലല്ലേ ഈ നഗർ? സയ്യിദ് മുഹമ്മദ് ഇങ്ങോട്ട് നോക്കി ചെവി തുറന്ന് പിടിച്ച് കേട്ടിട്ട് കണ്ണ് തുറന്ന് നോക്കിക്കോ. ഇതൊന്നും റഹ്മത്തുള്ള വെറുതെ പറയല്ല. ഈ പറഞ്ഞ എല്ലാവരും കൂടെ എന്റെ ദീനി കാഴ്ചപ്പാടോ മറ്റോ ഉള്ളവരാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പലതിനും വന്നിട്ടുണ്ടാവും. ചിലർ പകർത്താൻ വേണ്ടി വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ആ ജന്തു അല്ലാത്ത പുതിയ ജന്തുവിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ എന്റെ കോലം വരക്കാൻ വേണ്ടി വന്നതിലുണ്ടാവും. അങ്ങനെ പലരും. ഇതൊന്നും എനിക്ക് വരാറില്ല. അതൊക്കെ നിങ്ങൾ സൗകര്യം പോലെ വരച്ചോളി. ഞാൻ ആർക്കെങ്കിലും വേണ്ടി ഓക്കാനിക്കല്ല. എനിക്കിതിന് കൂലി കിട്ടും, ഉറപ്പ്. എന്തുകൊണ്ട്? പടച്ചോനാണ് റഹ്മത്തുള്ള അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെ പറയണമെന്നല്ല. മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി നിന്ന് ന്യൂനപക്ഷങ്ങളെയും യോജിപ്പിച്ച് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ആപത്ത് സംഭവിക്കും എന്നത് ഞാൻ വളരെ പറയാനുള്ള കാരണം എന്താ? അഫ്ളലുൽ ഇൽമുൽ ഹാൽ. ഓരോ സമയത്തും അതാത് സമയത്തിന്റെ വിവരമാണ് ഏറ്റവും നല്ല വിവരം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്കും. മറ്റു ഭാഗത്തേക്ക് ഞാൻ വരാം. നിർദ്ദൊന്ന് ചിന്തിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏത് വിഭാഗവും പാണക്കാട് കുടുംബം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കാര്യം വിവേകം പഠിക്കാൻ വേണ്ടി പോയതാണ് സയ്യിദ്ന മൂസ. അല്ലേ? ആരടുത്തേക്ക് പോയി? സയ്യിദ്ന ഖദറിന്റെ. فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما قال له موسى هل أتبعك على أن تعلمني مما علمت رشدا. നിങ്ങളുടെ വിവേകജ്ഞാനത്തിൽ നിന്ന് എനിക്കും നിങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി ഞാൻ നിങ്ങളെ പിന്നാലെ കുറച്ച് നടക്കട്ടെ എന്ന് ചോദിച്ചു സയ്യിദ്ന മൂസ. പറ ഉഷാർപ്പാത്തേലും കുട്ടികളെ സയ്യിദ്ന മൂസ അലൈഹിസ്സലാം അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ. നിങ്ങളുടെ വിവേകജ്ഞാനത്തിൽ നിന്ന് നിങ്ങൾ എനിക്കൊന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഞാൻ നിങ്ങളെ പിന്നാലെ ഒന്ന് നടക്കട്ടെ വിവേകം പഠിക്കാൻ എന്ന് സയ്യിദ്ന മൂസ. അപ്പോൾ വിവേകമാണ് വലിയ കാര്യം. കൂത്തുപറമ്പിൽ ഞാൻ പറഞ്ഞു തീർന്നില്ല. 2 ദിവസത്തെ പ്രഭാഷണം ഉണ്ടായിരുന്നു അബ്ദുൽ നാസർ മഅദനിക്ക്. അപ്പോൾ കോഴിക്കോട്ടെ 2 പ്രധാനപ്പെട്ട ഉമറാക്കളെ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ അന്ന് അവിടെ തലശ്ശേരിയിലെ ഒരു സ്ഥലത്ത് വിശ്രമിക്കുന്ന മഅദനിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. തങ്ങളുടെ ദൂതന്മാർ കോഴിക്കോട്ടെ 2 ഉമറാക്കളെ പറഞ്ഞയച്ചു. 2 ആളും ഇന്നും മരിച്ചിട്ടില്ല. ഒന്ന് TK പരീക്കുട്ടി ഹാജി, ഒന്ന് മുക്കം മോയിമോൻ ഹാജി. ഈ രണ്ടാളെയും മഹാനായ മുഹമ്മദ് ശിഹാബ് തങ്ങൾ പറഞ്ഞേച്ച് കൂത്തുപറമ്പിൽ പ്രസംഗമുണ്ട് നിങ്ങൾക്ക് എന്ന് കേട്ട് അങ്ങനെ വന്നതാണ്. സംസാരം ഒന്ന് മയപ്പെടുത്തി പറയണം. ഇത് കേരളമാണ്. എവിടെയോ വർഗീയത നടക്കുന്നുണ്ടെന്ന് വിചാരിച്ച് ഇവിടെ വർഗീയത പറയരുത്. കാരണം ഇവിടെ മുസ്ലിമീങ്ങളും ഹിന്ദിക്കും പരമാവധി യോജിച്ച് കഴിയുകയാണ്. ആര് പറഞ്ഞേച്ച് അന്നത്തെ പ്രസംഗത്തിൽ അതും പറഞ്ഞു.
ഞങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേടില്ല. പിന്നെന്തുണ്ട്? അല്ലാഹു നമ്മളെ കാക്കട്ടെ. ولقد آتينا إبراهيم رشده من قبل وكنا به عالمين ولم അതെമ്പാടുള്ള ആളാണ് ഹൈദർ ഋഷ്യാബുങ്ങൾ. അല്ലാഹു തആല അവരുടെ ജ്യേഷ്ഠൻ ഉമർ ഋഷ്യാബുങ്ങൾ, അവരുടെ ജ്യേഷ്ഠൻ മുഹമ്മദ് ഋഷ്യാബുങ്ങൾ, അവരുടെ ബാപ്പ മഹാനായ പൂക്കോയ പാപ്പ, അല്ലാഹു അവരുടെയൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ. പൂക്കോയ പാപ്പ അല്ലാഹുവിന്റെ വലിയായിരുന്നു. പൂക്കോയ പാപ്പ അല്ലാഹുവിന്റെ വലിയായിരുന്നു എന്ന് ചാപ്പനങ്ങാടി പാപ്പ പറഞ്ഞിട്ടുണ്ട്. ചാപ്പനങ്ങാടി റഹ്മത്തുള്ളാഹി അലൈഹി സിഎമ്മിന്റെയും ഷെയ്ഖാണ്. ഇവരൊക്കെ അല്ലാഹുവിന്റെ അർശിൽ സ്ഥാനമുള്ളവരാണ്. വിശ്വസിക്കുന്ന ആളാണ് റഹ്മത്തുള്ള. നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും എനിക്കൊന്നുമില്ല. എനിക്കിങ്ങനെ വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഇന്ത്യയിൽ ഇപ്പോഴും സ്വാതന്ത്ര്യമുള്ള ആളാണ്. നിങ്ങൾക്കും സ്വാതന്ത്ര്യം ഉണ്ട് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് അവരൊന്നും ഔലിയാക്കളല്ല എന്നാണെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എനിക്ക് അവർ ഔലിയാക്കളാണ് എന്ന് വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമല്ലേ? പറയും മനുഷ്യന്മാരെ എന്തേ പറയും മനുഷ്യന്മാരെ എനിക്കാണ് സ്വാതന്ത്ര്യം. ഞാൻ അങ്ങനെ വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിക്കണം എനിക്ക് ബാധിക്കുന്നില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കണം. എന്റെ വിശ്വാസം പൂക്കോയ തങ്ങൾ പാപ്പ അള്ളാന്റെ വലിയായിരുന്നു എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയും. കാരണം നിങ്ങൾ അവരെയും ആരോടത്തും മടക്കുന്നോ കേൾക്കുന്നോ അല്ലല്ലോ എനിക്ക് ചെലവ്. എനിക്കത് ബേജാറാവേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ഇന്ത്യ രാജ്യത്ത് നികുതി കൊടുത്ത് പാർത്തിട്ട് ഒരു സാധാരണ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എനിക്കൊരു അവകാശമുണ്ട്. ആ അവകാശത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ബഹുമാനപ്പെട്ട പൂക്കോയ പാപ്പ അള്ളാഹുവിന്റെ വലിയായിരുന്നു. ഉറപ്പാണ്. ഇപ്പോൾ രാത്രിയാണെന്നതുപോലെ എനിക്കത് ഉറപ്പാണ്. അള്ളാഹു അവരുടെയൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ. അവരെ മക്കളാണ് ഒന്നുമില്ലെങ്കിൽ അള്ളാഹോട് പറയാലോ ചിന്തിക്കും. അപ്പോൾ ഇവിടെ ചിന്തികളുടെ പാലക്കാട് സയ്യിദന്മാരെന്ന് പറഞ്ഞാൽ ചെറിയ കൂട്ടരല്ല, വലിയ കൂട്ടരാണ്. വലിയ കൂട്ടരാണ്. ചിന്തിക്കും. അവരുടെ വല്യാപ്പ മുത്ത് മുഹമ്മദ് മുസ്തഫ അവരുടെ വല്യപ്പ ഹബീബാണ്. അവരുടെ വല്യപ്പ മഹാനായ മറ്റൊരു വല്യമ്മ മഹതിയായ സ്ഥാനമുള്ള മഹതിയാണ് ഖദീജ. സ്ഥാനമുള്ള മഹതിയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവരുടെ ഒരു ഉപ്പ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഒരു കാലിങ്ങനെ വെച്ചാല് അടുത്ത കാല് അപ്പുറത്തേക്ക് എടുത്തു വെക്കുമ്പോഴത്തിന് ഒരു ഒട്ടാപ്പുറത്ത് കയറുമ്പോ ഒരു കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടിയത് അടുത്ത കാലം അപ്പുറത്ത് ചവിട്ടുമ്പോഴത്തിന് ഒരു ഹത്തം തീർക്കുമായിരുന്നു അലി റളിയല്ലാഹു അൻഹു. അതാണ് അലി റളിയല്ലാഹു അൻഹു. എവിടെയും ഉണ്ട്. എത്ര കിതാബിലാണ് ഇത് വായിച്ചത് കണക്കില്ല. അതാണ് സയ്യിദുനാ അലി. അങ്ങനൊന്നും നടക്കൂല മൂല്യരേ. അത് നിനക്ക് നടക്കൂലടാ. ആയിരിക്കാം അതൊന്നും നടക്കൂല മൂല്യരേ. നിനക്ക് നടക്കൂലടാ. നിനക്ക് നടക്കൂല. അലി ഇബ്നു അബീ ത്വാലിബ് നടക്കൂ. ഞങ്ങൾ വിശ്വസിക്കണ അലിക്കാണ്. എന്റെ നടക്കൂലേ? വേറെ നടക്കൂലേ? ഞങ്ങൾ വിശ്വസിക്കണ അലിക്ക് നടക്കും. നീ വിശ്വസിക്കണ അലിക്ക് നടക്കുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന അലിക്ക് നടക്കും. പരമ്പര പേറുന്ന മനുഷ്യനാണ് അലി. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ഓർക്കത് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈമാൻ പോവില്ല. എന്താ അലി? സയ്യിദുനാ അലി ആരാണ്? ഇന്നല്ലാഹ ജഅല ദുനിയത കുല്ലി നബിയ്യിൻ ജഅല ദുനിയത കുല്ലി നബിയ്യിൻ മിൻ ഖുൽബിഹി വജഅല ദുനിയതി മിൻ ഖുൽബി അലി. ഏത് നബിയുടെയും പരമ്പര ആ നബിയുടെ മുതുകിൽ നിന്നാണ് വന്നതെങ്കിൽ എന്റെ പരമ്പര ഈ അലിയുടെ മുതുകിൽ നിന്ന് വരുമെന്ന് മുത്ത് റസൂൽ. അതാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അർശിന്റെ വലിയ സ്ഥാനമുള്ള അധിപതിയാണ് സയ്യിദുനാ അലി. ഇൻഷാ അല്ലാഹ് ഇനി ഒരിക്കൽ ഞാൻ അലി ഇബ്നു അബീ ത്വാലിബിനെ പറ്റി വലിയൊരു വഅദ് പറയണമെന്ന് എനിക്കൊരു മോഹമുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എവിടെയെങ്കിലും വെച്ച് വലിയൊരു വഅദ് 2 ദിവസം അലിയുടെ മനാഖിബ് പറയണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി ഒരിക്കൽ സൗകര്യം ഉണ്ടെങ്കിൽ അല്ലാഹു അവസരം ഒരുക്കി തരട്ടെ. അല്ലാഹു വിവരം തരട്ടെ. ഇനി കുറെ പഠിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറയാലോ എന്നാലെ കോടതിയിൽ എന്റെ ഇവരുടെയൊക്കെ പിന്നാലെ നിന്നു. എന്റെ ജീവിതത്തിൽ പല പ്രശ്നം ഉണ്ടായി. എന്നാൽ ഞാൻ ആ കുടുംബത്തെ വിട്ടു പോയിട്ടില്ല. അത് ലാഭത്തിന് വേണ്ടിയല്ല. അള്ളാഹ് ചോദിച്ചു പറയാലോ എന്റെ റഹ്മത്തുള്ള എന്റെ അള്ളാഹിനോട് പറയാലോ എന്റെ ഹബീബിന്റെ പേരെ മക്കളാണ്.
ഞങ്ങളുടെ നാട്ടിൽ അതിനേക്കാൾ വിവേകികളെ കണ്ടില്ല. അള്ളാഹു അവരെ കൂട്ടത്തിലേക്ക് നമ്മളെ ചേർക്കണം. അള്ളാഹു നമ്മളെ അവരെ കൂട്ടത്തിലേക്ക് ചേർക്കട്ടെ. അവരെ മുത്ത റസൂല, അവരെ ബാപ്പയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ ബാപ്പാനെ പറ്റി പറഞ്ഞാല് പരിധിക്കപ്പുറം പറയാൻ പറ്റില്ല. നിന്റെ ബാപ്പാന്റെ പേര് ഹൻസ എന്നാണ്, അവരുടെ ബാപ്പാന്റെ പേര് മുഹമ്മദ് കുട്ടി എന്നാണ്, അവരുടെ ബാപ്പാന്റെ പേര് രായിൻ എന്നാണ്, അവരുടെ ബാപ്പാന്റെ പേര് അലി എന്നാണ്. ഇങ്ങനെ ബാപ്പ ഞാൻ ഇരിക്കുമ്പോ ബാപ്പ തറവാട് പറഞ്ഞതാണ് ഞാൻ ഈ പറഞ്ഞത്. നിന്റെ ബാപ്പാടെ പേര് ഹൻസ എന്നാണ്, ബാപ്പാടെ ബാപ്പാനെ ഞാൻ കണ്ടിട്ടുണ്ട് അഹമ്മദ് കുട്ടി എന്നാണ്. അവരുടെ ബാപ്പാന്റെ പേര് ബാപ്പ പറഞ്ഞിട്ടുണ്ട് രായൻ, അവരുടെ ബാപ്പാടെ പേര് അലി. ബുക്കും പെണ്ണും കൊണ്ടിരുന്നപ്പോ അവരുടെ ബാപ്പാന്ന് വെച്ചു. ബാപ്പ അപ്പൊ ഒന്നിങ്ങനെ മൂളി, പിന്നെ അതിന്റെ ബാക്കി പറഞ്ഞില്ല. പിന്നെ മൂളിയപ്പോ ഞാൻ വല്ലാതെ ചോദിച്ചതില്ല, കാരണം ഇനി അവിടെ ചോദിക്കുന്നത് ഗുണമല്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല, എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. ഞാൻ ബുക്കും പൊന്നും കൊണ്ട് കുറെ തലമുറ എഴുതാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പൊ അങ്ങനെ ബാപ്പ അങ്ങനെ വേണ്ടെന്ന് തലമുറ പറഞ്ഞേ. അവരെ ബാപ്പാന്ന് വെച്ചപ്പോ പിന്നെ അവരുടെ ബാപ്പാന്ന് വെച്ചു. അപ്പൊ പിന്നെ ബാപ്പ മൂളി. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി ഈ ഇവിടുന്ന് അങ്ങോട്ട് അവരുടെ ബാപ്പ ചോദിക്കുന്നത് ഉണരില്ല. അങ്ങനെ അതാണ് കൊഞ്ച് തുള്ളിയാലേ ചട്ടിന്റെ പുറത്തേക്ക് പോകൂല. തുള്ളണ്ടോര് തുള്ളണം. ഇതിന് ലോകത്തിനൊരു വളമുണ്ട്. ഇനിയും ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുക നമ്മളെപ്പോലത്തെ മലബാരികളല്ല, അഹ്ലു ബൈത്താണ്. അഹ്ലു ബൈത്തിന്റെ കൽബിൽപ്പെട്ട ആളാണ് ആര്? മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു. എന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് ലോകത്തെ രക്ഷപ്പെടുത്താൻ മുത്ത റസൂൽ. ഖിയാമത്തിനാളാകാൻ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളെങ്കിലും ആ ദിവസത്തെ അല്ലാഹു അങ്ങോട്ട് നീട്ടും. ഒരു ദിവസം മാത്രമേ ഖിയാമത്തിനാളാകാൻ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളെങ്കിലും ആ ദിവസത്തെ അല്ലാഹു നീട്ടും. എന്നിട്ടോ എന്റെ അഹിൽപ്പെട്ടവരാണ് ലോകത്തെ നന്നാക്കാൻ വേണ്ടി ഒരു നവോത്ഥാന നായകനെ പറഞ്ഞേക്കുമെന്ന് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അഹ്ലു ബൈത്താണ്. ലോകം നന്നാക്കിയവരൊക്കെ അഹ്ലു ബൈത്തല്ലേ? എന്താ ചിന്തിക്കാത്തത്? ലോകം നന്നാക്കിയവരെല്ലാം അഹ്ലു ബൈത്തല്ലേ? അഹ്മദുൽ കബീർ റിഫായി അഹ്ലു ബൈത്തല്ലേ? അഹ്മദുൽ ബദവി അഹ്ലു ബൈത്തല്ലേ? ഇബ്രാഹിം സൂഫി അഹ്ലു ബൈത്തല്ലേ? ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി അഹ്ലു ബൈത്തല്ലേ? അഹ്ലു ബൈത്തല്ലേ? ഇന്ത്യയുടെ സുൽത്താനായ അഹ്ലു ബൈത്തല്ലേ? അലി ഖാജ സുൽത്താനുൽ ഹിന്ദ് ഖാജ മിൻ സുലാലത്തി മിൻ ഔലാദി ഫാത്തിമ. ഇന്ത്യയുടെ സുൽത്താൻ അഹ്ലു ബൈത്താണ് മഹാനായ ഖാജ. ഖാജ ഇന്ത്യയിൽ വന്നപ്പോൾ മുസ്ലിമായത് 90 ലക്ഷം ആളുകളാണ്. 90 ലക്ഷം ആള് മുസ്ലിമായി ഖാജയിൽ എവിടെ വന്ന്? ഇന്ത്യയിൽ 90 ലക്ഷം. അഹ്ലു ബൈത്തല്ലേ? മലബാറിന്റെ സുൽത്താനായ ചിന്തിക്കാം. കോഴിക്കോട് സുൽത്താൻ കർണാടകത്തെ സുൽത്താനായ മദനിയുള്ള തമിഴ്നാട്ടിന്റെ സുൽത്താനായ തമിഴ്നാട്ടിന്റെ സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ അഹ്ലുബൈത്തല്ലേ? മറ്റൊരാളായ സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ ഷാഹുൽ ഹമീദ് അഹ്ലുബൈത്താണ്. ഖുത്ബ് സുൽത്താൻ അഹ്ലുബൈത്താണ്. അഹ്ലുബൈത്തല്ലേ? അല്ലാഹുവിന്റെ ദറജ കൊടുക്കട്ടെ. ഒരുത്തനെ പിടിച്ച കൈത്തനെ പിടിക്കണം എന്നല്ലേ നിയമം? പറഞ്ഞൂടെ? പിടിച്ചു ചിന്തിക്കണം. അല്ലാഹു അങ്ങനെ വെച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് കാര്യം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കണം. ഒന്ന്, നമ്മളുടെ നേതൃത്വത്തിന്റെ കൂടെ നിന്ന് പോകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം. അത് വലിയ കാര്യമാണ്. വളരെ ചിന്തിക്കണം. അവിടെയാണ് ഈമാൻ. അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകളുടെ വഴിയിൽ മുന്നോട്ട് പോകണം.
അതെന്താണെങ്കിലും അതിൽ ഒന്നാം പ്രധാനികൾ അഹ്ലു ബൈത്താണ്. എല്ലാം അഹ്ലു ബൈത്തല്ലേ, അവരെ കൊണ്ടല്ലേ ലോകം നന്നായി. ആരായിലൊക്കെ 40 കൊല്ലം വഴങ്ങ് പറഞ്ഞ ലോക ചരിത്രത്തിൽ ലക്ഷക്കണക്കായ ജനങ്ങളെ ഇസ്ലാഹിന് വേണ്ടി പ്രവർത്തിച്ച മൗതുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഇറാഖാക്കിയത് അവരാണ്. പിന്നെ അവരെ വലിയ മൂസൽ കാളിമാണ് റളിയല്ലാഹു അൻഹു. പറഞ്ഞാൽ ബോലിയാളാ മൂസൽ കാളിൻ, ബോലിയാളാ ഭയങ്കരമാളാ മൂസൽ കാളിൻ റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല അവരുടെ ദറജയേറ്റി കൊടുക്കട്ടെ. അതുകൊണ്ട് അവരെ കൂടെ നിൽക്കണം. രാഷ്ട്രീയമെന്തായാലും ഗ്രൂപ്പിയതായാലും അഹ്ലുൽ ബൈത്തിനെ വിമർശിക്കരുത്. അഹ്ലുൽ ബൈത്തിനെ വിമർശിച്ചവർക്ക് ഈമാനില്ല. അഹ്ലുൽ ബൈത്തി കസഫീനത്തി നൂഹ് എന്ന് ഖാല റസൂലുള്ളാഹി. കൊലം വരുന്നുണ്ടെങ്കിൽ കുറ്റം പറിച്ചില്ല. കാരണം ഈ ഈമാനോട് പോകും. ഒരു നേരം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരിക്കാത്തതിന് കുറ്റം ഹറാമാവുന്നേ ഉള്ളൂ. നിസ്സാരമൊന്നുമല്ല, വലിയ സംഭവം തന്നെയാണ്. പക്ഷേ ഒരു നേരത്തെ നിസ്കാരം കളയാതുകൊണ്ട് ഈമാനൊന്നും പുറത്തുപോകില്ല. എന്നാൽ പറ അഹ്ലുൽ ബൈത്ത് നിസ്സാരപ്പെടുത്തിയാൽ ആരെ നിസ്സാരപ്പെടുത്തി? മുസ്തഫാനെ നിസ്സാരപ്പെടുത്തി. ഈമാനാണോ? അല്ലാഹു കാക്കട്ടെ, ഉറക്കെ പറ അല്ലാഹു കാക്കട്ടെ. എന്നാ അവര് കുറ്റം ചെയ്താ പറഞ്ഞൂടെ? പറയാം. പക്ഷെ നമ്മൾ കുറ്റം ചെയ്താൽ പറയുന്ന പോലെ പറയാൻ പാടില്ല. അവരൊരു അബദ്ധം പറ്റിപ്പോയാൽ സമയവും സന്ദർഭവും നോക്കി നല്ല നിലക്ക് അവർക്ക് സ്വദേശപരമായി ഉണർത്തിക്കൊടുക്കണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? കാരണം അവരുടെ വല്യാപ്പാര പറകുട്ടി, അവരെ വല്യാപ്പനി ദീൻ ഇവിടെ സ്ഥാപിച്ച് നടന്നത് മുത്ത് റസൂല്, ഉറക്കപ്പറ മുത്ത് മുഹമ്മദ് മുസ്തഫ. നമ്മളോട് വർത്താനം പറയും പോലെ അവരോട് വർത്താനം പറയാൻ പറ്റില്ല. ഒരു വല്യാപ്പ മുസ്തഫ നബിയാ. ഒന്നോറക്കെ സദാത്തിരിക്കണ പുണ്യ മുഹമ്മദ് മുസ്തഫ. ഇതിനെ കുറ്റം പറഞ്ഞാൽ ഈ ഈമാൻ പോകും. إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم. മുസ്ലിമാകാൻ വേണ്ടി മദീനയിൽ വന്നു. ആളുകൾ ഒരു സംഘം ആളുകൾ മുസ്ലിമാകാൻ വേണ്ടി മദീനയിൽ വന്നു. നിങ്ങളിന്റെ കൂടെ അല്ലേ? നിങ്ങളിന്റെ കൂടെ ഇല്ലേ? പറ, നിങ്ങളിന്റെ കൂടെ അല്ലേ? ശ്രദ്ധിക്കണില്ലേ? കേട്ടോ ചെവി തുറന്ന് പിടിച്ച് കേട്ടോ. ഖുർആനിൽ നിന്നാണ് ആയത്തോടി പറയുന്നത്. ഒരു സംഘം ആളുകൾ മുസ്ലിമാകാൻ വേണ്ടി മദീനയിൽ വന്നു. മദീന അങ്ങാടി വന്നിട്ട് ആളുകളോട് ചോദിച്ചു, അയിന ബൈത്ത് മുഹമ്മദ്, എവനെ റസൂലുള്ളാഹിന്റെ വീട് അന്വേഷിച്ചു. അപ്പോൾ ഫഅശാറു ഇലാ ബൈത്തി ഹുജ്റാത്തി അസ്വാജി റസൂലില്ലാഹി. മദീന പള്ളിയുടെ പരിസരത്തുള്ള റസൂലുള്ളാഹിന്റെ ഭാര്യമാർ താമസിക്കുന്ന വീടുകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. അവിടെ എവിടെയെങ്കിലും റസൂലുള്ളാഹി ഉണ്ടാവും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ സംഘം നേരെ വീട്ടിൽ മുറ്റത്തേക്ക് വന്നു. കേൾക്കുന്നില്ലേ? കേൾക്ക്, ചെവി തുറന്ന് കേൾക്ക്. ഇത് പേടിച്ചു പോകാൻ പാടില്ല. ഇത് ഭയങ്കര ബേസിക്കായ ഈമാന്റെ അടിസ്ഥാനമാണ് ഈ പറയുന്നത്. വീട്ടുമുറ്റത്ത് വന്ന് വീട്ടിന്റെ ഉള്ളിലാണ്. അവര് കുറച്ചേരം നിന്ന് റസൂൽ ഇറങ്ങി വരുന്നതാണില്ല. അപ്പോൾ അവര് വിളിച്ചു പറഞ്ഞു, യാ മുഹമ്മദ് ഉഖ്റുജ് ഇലൈനാ, യാ മുഹമ്മദ് ഉഖ്റുജ് ഇലൈനാ, യാ മുഹമ്മദ് ഉഖ്റുജ് ഇലൈനാ, യാ മുഹമ്മദ് ഉഖ്റുജ് ഇലൈനാ എന്ന് പറയാൻ തുടങ്ങി. മുഹമ്മദേ ഇറങ്ങി വാ, മുഹമ്മദേ ഇറങ്ങി വാ. മുസ്ലിം നെൽപ്പിക്കാൻ മുസ്ലിമാ, ഞങ്ങൾ മുസ്ലിമാകാൻ വേണ്ടി വന്നവരാണ്. മുസ്ലിം ഞങ്ങൾക്ക് കെലിമ കിട്ടാം, ഞങ്ങളുടെ ഉള്ളിൽ ഉള്ളിരിക്കല്ലേ, മുഹമ്മദേ ഇറങ്ങി വാ എന്ന് പറയാൻ തുടങ്ങിയ ഒരു സംഘം ആളുകൾ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവരതെങ്ങനെ പറഞ്ഞ് ബഹളം വെച്ച് വീട്ടിന്റെ പഠിക്കുന്ന മുറ്റത്തിന്.
ഫനസല റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ. അപ്പോഴത്തിന് ജിബ്രീൽ ഇറങ്ങിയിട്ട് റസൂലുള്ളാഹിനെ സന്തോഷിപ്പിച്ചു. ഇന്നല്ലദീന മിൻ വറാ യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി, വീട്ടിന്റെ പുറത്ത് നിങ്ങളെ വിളിച്ച് പേര് വിളിച്ച് അങ്ങനെ വിളിച്ചു പറയുന്നവരുണ്ടല്ലോ, അക്തറുഹും ലാ യഅഖിലൂന, അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്. അവർ ക്ഷമിക്കണേ. നമ്മൾ പ്രതീക്ഷിക്ക നബിയെ ആക്ഷേപിച്ച് ആയത്തിറങ്ങുന്ന. നിങ്ങളിവിടെ ഇല്ല, നിങ്ങളിവിടെ ഉണ്ടോ? അതായത് ശൈലി അനുസരിച്ച് പറയുകയാണെങ്കിൽ നബിയെ ലോകത്തെ ജനങ്ങളൊക്കെ മുസ്ലിം ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഞാന് ഈ ഖുർആനൊക്കെ തന്നെ പറഞ്ഞയച്ചിട്ട് ഇത്രയും ആളുകൾ പുറത്ത് വന്ന് നിൽക്കണ നേരത്ത് നിങ്ങളിവിടെ ഉള്ളിലിരിക്കുക, എന്ത് കളിയത്? നിങ്ങളൊന്നാണ് ചെല്ലി നബിയെ നല്ലേ പറയേണ്ടത്. നേരെ മറിച്ച് പറഞ്ഞേ നോക്കി. ഇത് ഹദീസാണെങ്കിൽ ഏതെങ്കിലും വഹാബിയോ മൗദ്യോദിയോ തലയിൽ വെള്ളം കമ്മിയുള്ളവരോ അവര് പറയും ഇത് ലൈഫാണ്, അവർക്ക് തിരിയാത്തൊക്കെ ലൈഫാവൂല. പക്ഷെ ഇത് ആയത്തായി പോയി. ആയത്തിന് ലൈഫാക്കണ മെഷീൻ അവര് ഇറക്കിയിട്ടില്ല. വെളിപാട് ഒന്നിനും ഇടപെടുന്ന ഇറങ്ങിയിട്ടില്ല. മിക്കവാറും അടുത്ത് ഇറങ്ങും, ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ആയത്തായതുകൊണ്ട് കുടുങ്ങി ലൈഫാക്കുന്നത് അല്ല. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്തി അക്തറുഹും ലാ യഅഖിലൂൻ വലൗ അന്നഹും സബറൂ ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും. നബിയെ നിങ്ങൾക്ക് വിഷമയല്ലേ? അവര് വന്നിട്ട് ബഹളം വെച്ചപ്പോ നിങ്ങൾക്ക് വിഷമയല്ലേ നബി? സാരല്ല, അക്തറുഹും ലാ യഅഖിലൂൻ, അവർക്ക് മിക്കവാറും ആളുകൾക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്. വലോ അന്നഹും സബറു, അവര് അവിടെ ക്ഷമിച്ച് പുറത്ത് മിണ്ടാതെ മഞ്ഞും വെയിലും കൊണ്ട് അവിടെ നിന്നിരുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഉദ്ദേശങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങളെ ആവശ്യമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സ്വമേധയാ മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത് വരെ അവരവിടെ തന്നെ മിണ്ടാതെ നിന്നിരുന്നുവെങ്കിൽ ലകാന ഖൈറൻ ലഹും, അതായിരുന്നു അവർക്ക് നല്ലത്. പക്ഷേ അവർക്ക് ബുദ്ധിയില്ല. വല്ലാഹു ഗഫൂറുർ റഹീം. അവർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അല്ലാഹു തആല അവർക്ക് പൊറുക്കുന്നുണ്ട്. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ പൊറുക്കൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇവർക്ക് എക്സ്ക്യൂസിന് കാരണം പറഞ്ഞു. എന്താണ്? അക്തറുഹും പറ ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ് നബി, നിങ്ങളൊന്നും വിചാരിക്കില്ല. അതാണ് പുണ്യ റസൂല്. അല്ലാഹു തആലക്ക് 1 കോടി ആളുകൾ മുസ്ലിമാകുന്നതിനേക്കാൾ വലിയ വിഷയം റസൂലിനെ കുറിച്ച് സമാധാനത്തിൽ തീർക്കലാണ്. കാരണം നമ്മൾ അള്ളാഹ് കണക്കാക്കിയതല്ല, അള്ളാഹ് കണക്കാക്കി അള്ളാഹിന്റെ അഭിനയ മുത്തറസൂലിനെയാ അവർ വരട്ടെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ആരെങ്കിലും പറയുന്നതനുസരിച്ച് പറയാനോ വിമർശിക്കാനോ മെനക്കെടണ്ട. അഹ്ലു ബൈത്തിനെ വിമർശിച്ചാൽ ഈമാൻ നഷ്ടപ്പെടും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതെന്തെങ്കിലും ലാഭത്തിന് വേണ്ടി റാമത്തുള്ള പറഞ്ഞ് നിങ്ങൾ വിചാരിച്ച് മായസറിൽ കാണാം. ഞാൻ ലാഭത്തിന് അറിയില്ല. ഇത് നമ്മൾ ഈമാൻ നഷ്ടപ്പെടാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കാരണം ഈമാന്റെ അടിത്തറ അള്ളാഹുവിലും അള്ളാഹുന്റെ റസൂലിലുമുള്ള സ്നേഹമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമുക്ക് അള്ളാഹു നമ്മളെ തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്തിനായിട്ടാണത്? എന്തിനായിട്ടാണ്? قل لا أسألكم عليه أجرا إلا المودة في القربى. قل പ്രവർത്തനം നിങ്ങൾക്ക് ഞാൻ നടത്തി തരുന്നതിന് പകരമായി നിങ്ങളോട് ഞാൻ ഒരു പ്രതിഫലവും കൊടുക്കുന്നില്ല. എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണമെന്നല്ലാതെ. പരിശുദ്ധ തിരിച്ചില്ലെങ്കിൽ ഇനിയും പറഞ്ഞുതരാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഈമാനെ പറ്റിയല്ലേ പറഞ്ഞു തരേണ്ടത്? പാറി മനുഷ്യന്മാരെ എന്താ നോക്കിയിരിക്കുന്നത്? ഈമാനെ പറ്റിയല്ലേ പറഞ്ഞു തരേണ്ടത്? ഈമാൻ നഷ്ടപ്പെടുന്ന കാലത്ത് എന്തിനെ പറ്റിയാ പറഞ്ഞു തരേണ്ടത്? ഈമാനെ പറ്റിയല്ലേ പറഞ്ഞു തരേണ്ടത്? അല്ലാഹു പറയാണ്, യവനന്റെ ആയത്ത് എടുത്തു നോക്ക് കുട്ടി, സൂറത്തുൽ ശൂറ എടുത്തു.
സൂറത്ത് ശൂറ എടുക്കുന്നു. قل لا أسألكم عليه أجرا إلا المودة في القربى. ഈ ദീൻ ഇവിടെ നടത്തിച്ചിരുന്നതിന് ഒരു പ്രതിഫലങ്ങളോട് ഞാൻ ചോദിക്കണില്ല. തെങ്ങിന് കളക്കാൻ വരുന്നവന് 1600 രൂപ കൂലി കൊടുക്കണം. 23 വർഷം ഈ ദീൻ ഇവിടെ നടത്തി തന്നതിന് പകരം ഞങ്ങളോടൊന്നും കുട്ടി ചോദിക്കുന്നില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഖിയാമത്ത് നാൾ വരെയുള്ള എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണം, അത് മാത്രമാണ് എനിക്ക് നിങ്ങൾ തരുന്നത് എന്നപ്പോൾ അള്ളാഹ് പറയിപ്പിച്ചു. ആരെക്കൊണ്ട്? ഇത് ആയത്താ. നബി സ്വന്തം ഇഷ്ടം പറയല്ല, ഇത് സ്വന്തം ഇഷ്ടം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാനിത് ഹദീസല്ല എന്ന അർത്ഥത്തിൽ പറഞ്ഞ സ്വന്തം ഇഷ്ടം എവിടെ പറഞ്ഞിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ട് നോക്ക്. അതിന്റെ പറ്റിനെ പറ്റി തോന്നിയാസം പറയും. നിങ്ങളെ ലീഗും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ജയിക്കലും തോൽക്കലിനും അതിനെ പറ്റിനെ കുറ്റം പറയും. നിങ്ങൾ വിചാരിച്ച് അതിനെ പറ്റിനെ പറ്റി മിണ്ടിപ്പോയി ഈമാനോട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അവൻ നിൽക്കുന്നവർക്ക് നിൽക്കാം, രക്ഷപ്പെടും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വളരെ ആഹിൽ ബൈത്തിനൊക്കെ വിമർശിക്കുന്ന ചില ആളുകൾക്ക് ഒരു വാദമുണ്ട്, വിമർശനത്തിന് ആരും അതീതരല്ല. അതൊക്കെ അവിടെ തിരിയും. നമ്മണി വലിയ നേതാക്കന്മാർക്ക് ചില പ്രസ്താവനകളുണ്ട് ഇടക്കിടക്ക്, വിമർശനത്തിന് ആരും അതീതരല്ല. അത് പിന്നെ ഈമാൻ കുരുത്തുള്ളവനല്ലേ കുരുത്തക്കെട്ടിനെ പേടിയുള്ളൂ. കുരുത്തങ്ങനല്ലാത്തവൻ എന്ത് പേടി? കുരുത്തക്കേടിനും എന്ത് വേണം? ഒന്ന് പറയും മനുഷ്യന്മാരെ, കുരുത്തക്കേടിനും എന്ത് വേണം? കുറച്ച് കുറ്റം വേണ്ടേ? കുരുത്തക്കേട് എന്ന് പറയണമെങ്കിൽ എന്ത് ഉണ്ടാവണം? ഒന്ന് പറ കുട്ടി. അടിത്തറയിൽ കുറച്ച് കുറ്റം വേണ്ടേ? എന്നാലല്ലേ എന്തുള്ളൂ? കുരുത്തക്കേടുള്ളൂ. കുരുത്തക്കേടല്ലാത്തവൻ എന്ത് പേടി? അതുകൊണ്ട് ഈമാനം പോകും. ഇവിടെ സുന്നികളെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇളിച്ചു കാട്ടി നടക്കുന്നവരൊന്നുമല്ല, അടിത്തറുള്ളവരാണ്. അതിന്മേലെ സ്ഥാപിച്ചതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതിന്മേൽ ആരും തോട്ട് കളിച്ചാലും തോള്ളൂ. സുന്നികൾ എന്ന ലോകത്തെ കനകക്കട്ടികളായ മുസ്ലിമീങ്ങളാണ്. അള്ളാഹുവിന്റെ പിന്നാലെ പോകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കുട്ടികളെ, ചങ്കുള്ള കാലത്തോളം, ചങ്കിന്റെ മേലെ ഒച്ച ഉയരുന്ന കാലത്തോളം ഇത് പറയലാണ് ഒരു പ്രബോധകന്റെ ബാധ്യത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. എന്താ ചിന്തിക്കുക ചെയ്യേണ്ടത്? ഇതൊക്കെയാണ് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ. നമ്മളടുത്തേക്കും അതൊക്കെ വന്ന് കയറിക്കൊണ്ടിരിക്കുന്നു. എന്താ പരിഹാരം? ആ പരിഹാരം അഴുത്തന്മാരെ പിടിച്ചു നിൽക്കും. എന്ന് മുസ്തഫ നബി. ഫിത്ന അധികരിച്ച ഞാൻ എന്താ ചെയ്യേണ്ടത് നബിയേ? മരത്തിന്റെ മരത്തിൽ കടിക്ക എന്ന് പുണ്യ റസൂൽ. ഏതാ മരം? അതിൽ റസൂലുള്ള അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. മരമെന്നാൽ ഏതാ? ലോകത്തെ ഏറ്റവും വലിയ മരം അവരല്ല. مثل كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء. അതുകൊണ്ട് ആ മരത്തിന്മേൽ കടിച്ചു നിൽക്കണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ആശീർവദിന്റെ കൂടെ തന്നെ നിലകൊള്ളണം. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അല്ലാഹു തആല പറയിപ്പിച്ച് ഖുർആനിൽ പറഞ്ഞിറങ്ങി, ഖുൽ ലാ അസ്അലുക അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. നിങ്ങളുടെ കുടുംബക്കാരെ പറ്റി ഒരു കുറ്റം പറയരുത്. അവരെ നിങ്ങൾ സ്നേഹിക്കണം. അങ്ങനെയാണ്. അവരെ കാല് കഴുകി കുടിച്ചിന്, കഴുകി വെള്ളം കുടിച്ചവരുണ്ടായിരുന്നു ചരിത്രത്തിൽ. അവരൊക്കെ മുഅ്മിനായി മരിച്ചു. കാരണം ഈമാന്റെ അടിസ്ഥാനം മഹബ്ബത്താണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈമാന്റെ അടിത്തറ മഹബ്ബത്താണ്. മഹബ്ബത്തില്ലാത്തവർക്ക് ഈമാൻ ഉണ്ടാവില്ല. അല്ലാഹു കാക്കട്ടെ. മഹബ്ബത്തുണ്ടോ? ഈമാൻ ഉണ്ടാവില്ല. മദീന പള്ളിയിലെ സ്വപ്ന ശരിയാക്കി ഒരാളായ മദീന പള്ളിയിൽ സ്വപ്ന ശരിയാക്കി നിർത്തിയിരുന്ന ഒരാള് അബ്ദുല്ലാഹ് ഇബ്നു ബയ്യാൻ.
സ്വപ്പ് ശരിയാക്കി കാമത്ത് കൊടുക്കാനായ അയാൾ വിളിച്ചു പറയും. അങ്ങനത്തെ ആളായിരുന്നു ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ. അയാളെ പറ്റി ഇറങ്ങിയ ആയത്താണ് എന്ത്? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ. അയാൾ അതിലാണെന്ന് പറഞ്ഞു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമസ്കാരല്ലേ? ഉണ്ട്. നോമ്പില്ലേ? ഉണ്ട്. യുദ്ധത്തിന് വരാറില്ലേ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ? ഉണ്ട്. ബനുൽ മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴല്ലേ അയാൾ പ്രശ്നം ഉണ്ടാക്കിയത്? അപ്പോഴല്ലേ സൂറത്തുൽ മുനാഫിഖൂൻ ഇറങ്ങിയത്? അപ്പോൾ അയാൾ യുദ്ധത്തിന് വരുന്നുണ്ട്. പക്ഷെ എന്തില്ല, മുസ്തഫ റസൂലുള്ള ഒരു കൈതപ്പുറത്ത് ഇങ്ങനെ വന്ന് അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇങ്ങനെ നിൽക്കുക, മുനാഫിഖ. അപ്പോൾ പറഞ്ഞു, ബുഅദഅന്നി മുഹമ്മദ്, കുറച്ചൊക്കെ അങ്ങോട്ട് നീങ്ങി മുഹമ്മദ്. ഇന്നലെ ഹിമാരി കരിയഹ്, നിന്റെ കൈതക്ക് ഒരു വൃത്തിയറ്റ വാസനയാണ്. ആരോട് പറയാ? അപ്പോഴത്തിന് സഹായിക്കാണ്ട് ദേഷ്യം പിടിച്ച് ചെരിപ്പൂത്തിനോടാണ് കൊടുത്തു. റസൂലുള്ളാഹിനോട് എന്താടാ പറഞ്ഞേ? റസൂലുള്ളാഹിയുടെ കൈതക്ക് വൃത്തിയറ്റ വാസന ഉണ്ടെന്നോ? ഹിമാറ് എന്താടാ പറഞ്ഞത്? എന്റെ വാസനയേക്കാൾ നല്ല വാസനയാടാ റസൂലുള്ളാഹിയുടെ കൈതയുടെ പോലും വാസന. എന്താണ് റസൂലുള്ളാഹിയുടെ കൈതക്ക് വൃത്തിയുള്ള വാസന? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ആ സ്വഹാബിയെ പറ്റി അവരാണ് സ്നേഹമാണ് മുത്തനബിയോട്. മഹബത്തില്ല, ഹബീബിനോട് മഹബത്തില്ല, ഹബീബിനോട് മഹബത്തില്ല, ഒരു ഈമാനുമില്ല. അല്ലാഹു കാക്കട്ടെ. അതേ ഹബീബിനെ കൊണ്ട് അല്ലാഹ് പറയിപ്പിച്ചു, ഖിയാമത്ത് നാൾ വരെയുള്ള എന്റെ കുടുംബത്തിനെ നിങ്ങളാണ് സ്നേഹിച്ചാണേ നിങ്ങൾക്ക് ഈമാൻ കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് ഖുർആനാണ് ജനങ്ങളെ പറഞ്ഞതേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് വളരെ ചിന്തിക്കണം. ഇവിടെ അടിത്തറ നമ്മൾ ശരിക്കും ഭദ്രാക്കണം. നമ്മൾ ബഹുമാനപ്പെട്ട അഹ്ലുൽ ബൈത്തിനെ സ്നേഹിച്ച് അവരെ കൂടെ നിൽക്കണം. പിന്നെ അല്ലാഹു നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളെ നമ്മൾ ചെയ്യണം. എല്ലാം നിസ്കാരമാദി കാര്യങ്ങളിലൊക്കെ മാന്തിക്കാതെ ചെയ്ത് അള്ളാഹിനോട് പറഞ്ഞാൽ പ്രശ്നമൊക്കെ അല്ലാഹു പെട്ടെന്ന് പരിഹരിച്ചു തരും. അല്ലാഹു പരിഹരിച്ചു തരട്ടെ. പേടിക്കണ്ട, പ്രശ്നം ഇതിനേക്കാൾ വലുതൊക്കെ ഉണ്ടായിട്ട് പക്ഷെ പരിഹരിച്ചിട്ടുണ്ട്. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. റബ്ബിന്റെ പൊരുത്തത്തിൽ നിലകൊള്ളണം. ഹറാമിന്റെ കൂടെ ഹറാമായ കാര്യത്തിലേക്ക് മൂന്ന് കണ്ണ് കയ്യിൽ കാല് അവയവങ്ങളെ സൂക്ഷിക്കുകയും വേണം. അതൊരു വർത്തമാനം പറഞ്ഞുകൊണ്ട് തീരൂല. അത് വലിയ വിഷയമാണ്. മറ്റൊരു ഭാഗം ഞാൻ ഇതിന്റെ 1ാം പാർട്ടാണ് ഇന്ന് പറഞ്ഞത്. അതുകൊണ്ട് അത് മറ്റൊരിക്കൽ പറയാം. അത് പറഞ്ഞാൽ വേറെ ഭാഗത്തേക്ക് പോകും. നിങ്ങളോട് ഞാൻ പരിഹാരമായ ലോക മുസ്ലിമീങ്ങളെ സാഹചര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പരിഹാരം ഒന്നിച്ചു നിൽക്കുക. അഹ്ലുൽ ബൈത്തിന്റെ നേതൃത്വത്തിന്റെ കീഴിൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. കേരളത്തിലെ മുസ്ലിം ആലിമീങ്ങൾ മുഴുവൻ ആരാണ് സംഘടിപ്പിച്ചത്? മഹാനായ പാണി അഹ്മദ് മുസ്ലിയാർ നബറല്ലാഹു മർഖദാ. വലിയ മഹാന. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ യോജിപ്പിച്ചു കൊണ്ടുവന്ന് എല്ലാം യോജിപ്പിച്ചു കൊണ്ടുവന്നിട്ട് സംഘടനയുണ്ടാക്കി ബഹുമാനപ്പെട്ട അവസ്ഥ അതിന്റെ തലപ്പത്തിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ പാങ്ങക്കാരനായിരുന്നു. കാരണം സമസ്തയുടെ അടിത്തറ പാങ്ങക്കാരനാണ്. ഇത് ചരിത്രമാണ്. പക്ഷേ പലരും നിർബന്ധിച്ചത് പാങ്ങക്കാരനാണ് സ്ഥാനത്തേക്ക് വന്നില്ല. കാരണം എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ദീനിന്റെ കുത്തുബാനിയത്തിന്റെ മഖാം എത്തിച്ച മഹാൻ ഇവിടെ ഉണ്ടായിരുന്നു. ആര്? മഹാനായ വരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കൊടുക്കട്ടെ. ചിന്തിക്ക്, വെറുതെ പറയല്ല. പാങ്ങക്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്.
ബഹുമാനപ്പെട്ടവരെല്ലാം ഉണ്ടാക്കിയിട്ട് അവരെ കയ്യിലെല്ലാം ഏൽപ്പിച്ചു. ഇവിടുന്ന് അതിന്റെ പ്രസിഡന്റാണ്. വരക്കൈ മാലിന്യങ്ങൾ സ്ഥാപിച്ചു. പണിയൊക്കെ എടുത്തത് വാങ്ങിക്കാരനാണ്. ഞാൻ ആ ചരിത്രം പഠിച്ചു വരാൻ വെറുതെ പറയല്ല, എല്ലാ പണിയെടുത്ത് വാങ്ങിക്കാരനാണ്. എന്നിട്ട് അങ്ങോട്ട് കൊണ്ടേച്ചു. അതാണ് മുസ്ലിമീങ്ങളെ ചരിത്രം. മുഅ്മിനീങ്ങൾ എപ്പോഴും അഹ്ലുബൈത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നല്ലത് മാറും. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ എന്ന പരിശുദ്ധ ഖുർആൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ ബറക്കത്താണ് ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത്. ലക്ഷക്കണക്കായ കുട്ടികൾ ഇന്ന് രാവിലെ മദ്രസ പഠിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ ചിലർ പറയും ഇംഗ്ലീഷ് മീഡിയം വന്നാൽ അവിടെ പൊളിഞ്ഞു. അങ്ങനെയൊക്കെ ആശങ്കപ്പെട്ടോളൂ. പക്ഷേ ഇതങ്ങനെയൊന്നും പൊളിയൂല. ഇത് രാഹുൽ ബേത്ത് ചെരുപ്പ് തേച്ച് നടന്നുണ്ടാക്കിയതാണ് മഹാനായ സയ്യിദ് റഹ്മാൻ. അള്ളാഹുവിന് ദർജയേറ്റി കൊടുക്കട്ടെ. ഇത് ബാപ്പയുടെ ചെരുപ്പ് തേഞ്ഞുണ്ടാക്കിയതാ വിദ്യാഭ്യാസ ബോർഡ്. അങ്ങനെയൊന്നും അത് പൊളിയില്ല. അങ്ങനെ ആരും വിചാരിക്കണ്ട. അങ്ങനെ പൊളിയൊന്നുമില്ല. ഇതിവിടെ എന്തിനും അടിത്തറുണ്ട്. അള്ളാഹു അടിത്തറയിലൂടെ പോകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഒറ്റക്കെട്ടായി തന്നെ പോകും. നിങ്ങൾ ആരെങ്കിലും മുസ്ലിം സമുദായത്തിന്റെ പ്ലാറ്റ്ഫോമിൽ കയറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ നന്മന്റെ ഒപ്പം നിൽക്കാന്നല്ലാതെ ഉള്ളതിനെ അനേകം സൃഷ്ടിച്ചിട്ട് ആർക്കും കാര്യമില്ലാതെ ആൾക്കാനല്ലാതെ ഒരു നേട്ടം കൊയ്യാൻ നിങ്ങൾക്ക് കഴിയൂല. ആർക്കും കഴിയൂല. അതുകൊണ്ട് യോജിച്ച് നിൽക്കണം. അഹ്ലുബൈത്തിന്റെ നേതൃത്വം അംഗീകരിക്കണം. അവരെ അബദ്ധങ്ങളെ സ്വാഭാവികമായി പറഞ്ഞു കൊടുക്കുക. അതിന്റെ സമയത്തും സന്ദർഭത്തിലും മെല്ലെ 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 പറഞ്ഞു കൊടുക്കണം. മെല്ലെ പറഞ്ഞു കൊടുക്കണം. ഇത്രേ ഉള്ളൂ. ആര് പറഞ്ഞു? സയ്യിദുനാ സിദ്ദീഖ് അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ടുള്ളതാണ്. എന്റെ ബാപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? സയ്യിദുനാ സിദ്ദീഖ്. അബൂ ഖുഹാഫ ആരുടെ ബാപ്പയാണ്? സിദ്ദീഖുൽ അക്ബറിന്റെ ബാപ്പയാണ് അബൂ ഖുഹാഫ. വല ഇസ്ലാമു അബ്ബാസിൻ അഹബ്ബു ഇലയ്യ മിൻ ഇസ്ലാമി അബീ ഖുഹാഫ. എന്റെ ബാപ്പ അബൂ ഖുഹാഫ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനേക്കാൾ എനിക്കിഷ്ടം അബ്ബാസ് രക്ഷപ്പെടല. എന്തുകൊണ്ട്? അബ്ബാസ് റസൂലുള്ളാഹിന്റെ ബാപ്പയാണ്. നിന്റെ വാപ്പ അബ്ബാസ് മുസ്ലിമായി, നിന്റെ വാപ്പ മുസ്ലിമായില്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമല്ല. ആര് പറഞ്ഞു? നിന്റെ വാപ്പ മുസ്ലിമായി അല്ല, പിന്നീട് മുസ്ലിമായിട്ടുണ്ട് അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു. പക്ഷെ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോ ബഹുമാനപ്പെട്ട സിദ്ദീഖിന്റെ സന്തോഷം. വലൈസ്ലാമു അബ്ബാസ് അഹബ്ബു ഇലയ്യ മിൻ ഇസ്ലാമി അബീ ഖുഹാഫ. അബൂ ഖുഹാഫ മുസ്ലിമാകുന്നതിനേക്കാൾ എനിക്കിഷ്ടം അബ്ബാസ് മുസ്ലിമാകലാണെന്ന് സയ്യിദുനാ സിദ്ദീഖ് റസൂലുള്ളാഹിന്റെ ബാപ്പയാണ്. അതാണ് എന്റെ വിഷയം. നിന്റെ ബാപ്പ അവിടെ നിന്റെ വിഷയം തന്നെയല്ല, അതൊക്കെ പിന്നത്തെ കാര്യമാണ്. എനിക്ക് വലിയ ആവശ്യം നിന്റെ അബ്ബാസ് മുസ്ലിമായാൽ നിന്റെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമുണ്ടാവുമല്ലോ. നിന്റെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമുണ്ടായാൽ എനിക്ക് മതിയല്ലോ. പിന്നെ എനിക്ക് എന്ത് വന്നില്ല, എനിക്കെന്ത് നഷ്ടം എന്ന് സയ്യിദുനാ സിദ്ദീഖ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിലകൊണ്ട് കാര്യങ്ങളെ ഇവിടെ സോഷ്യൽ മീഡിയയും മറ്റൊക്കെ ഉപയോഗപ്പെടുത്തി പലരും പല തോന്നിയാസങ്ങളും പ്രചരിപ്പിക്കുന്നതിന് പിന്നാലെ നിങ്ങൾ പോകരുത്. നിങ്ങൾ ഈ ഇഖ്ലാസോടുകൂടി മുന്നോട്ട് പോകണം. നമുക്ക് അങ്ങനെ തന്നെ പോകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലേ, അല്ലാഹു തന്നെ നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങൾ പറയേ, നമ്മൾക്കിവിടെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണ്ടേ ഇല്ലേ? നിങ്ങൾ പറയും മനുഷ്യന്മാരെ, നമ്മൾക്ക് മുന്നോട്ട് ഒറ്റക്കെട്ടായി പോകണം. നമ്മളെ നേതൃത്വം ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബമാണ്. അല്ലാഹു അതിന്റെ കീഴിൽ മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. പിന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്നത് നമ്മളുടെ കരളിന്റെ കഷ്ണമാണ്. അത് അഹ്ലുൽ ബൈത്ത് സ്ഥാപിച്ചതാണ്. അത് രണ്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു പേടിയുമില്ല. സിദ്ദീഖ് പറഞ്ഞതിന് നമുക്ക് പറയാനുള്ളൂ, വല ഇസ്ലാമു അബ്ബാസിൻ അഹബ്ബു ഇലയ്യ മിൻ ഇസ്ലാമി അബീ ഖുഹാഫ എന്ന് സയ്യിദുനാ സിദ്ദീഖ് പറഞ്ഞതന്നെ നമുക്ക് പറയാം.
അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ചെറുപ്പക്കാരി മറന്നിട്ട് പോലും ഒരു വാക്ക് പറഞ്ഞാൽ അഹ്ലുൽ ബൈത്തിനെ വിമർശിക്കരുത് എന്നും വിമർശിക്കുന്നവരെ പറ്റി നിങ്ങൾ ബേജാറാകണ്ട. അതൊക്കെ അള്ളാഹിന്റെ പാട്ടിന് വിട്ടാൽ അള്ളാഹു സൗകര്യം പോലെ ചെയ്യട്ടെ. നമ്മളത് ചെയ്യരുത്. നമ്മൾ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അഹ്ലുൽ ബൈത്തിനെ സ്നേഹിച്ചവരാണ് മുഅ്മിനീങ്ങൾ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. 10 വരി ഞാൻ ബുർദ ചൊല്ലിത്തരാം. ബുർദ ചൊല്ലിയാൽ ആ സദസ്സിൽ വലിയ ബർക്കത്തുണ്ടാവും. എന്നിട്ട് ദുആ ചെയ്യും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. നാളെ ഇവിടെ ബഹുമാനപ്പെട്ട ആഖിബീർ ബാഖവിയാണ് നാളെ പ്രസംഗിക്കുന്നത്. അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കണം എന്നും എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്ന ഒരു 10 വരി ബുർദ ഞാൻ ചൊല്ലിത്തരാം. വരി ബുർദ ചൊല്ലിത്തരാം. ബുർദ നിങ്ങൾ ഏറ്റ് ചൊല്ലണം. അതിന് സ്വലാത്ത് ചൊല്ലണം, മൗലായ ചൊല്ലണം. വലിയ ഫضലുണ്ടാവും ബുർദയിൽ. 10 വരി. യാ അക്രമൽ ഖൽഖി മാ ലിമൻ നലൂദു ബിഹി സിമാക ഇൻദ ഹുലൂ ലിൽ ഹാദിസിൽ അമിമി ലിം ദാഇമൻ അബദാ خير الخلق كلهم ولن يضيق رسول الله جاهك به إذا الكريم تعلم باسم منتقم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وغرتها ومن علومك علم اللوح والقلم وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفسي لا تقنطي من زلات عظمى إن الكبائر في غفرانك الأمم على حبيبك خير الخلق كلهم لعل الرحمة ربنا يقسمها تأتي على حسب العصيان في القسم وسلم دائما أبدا على حبيبك خير الخلق كلهم يا رب واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم وسلم على حبيبك خير الخلق كلهم والطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزم على حبيبك خير الخلق وأغل صحب صلاة منك دائمتي على النبي بمنهل ومنسجم يا صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والعلم والكرم وسلم دائما أبدا على حبيبك خير الخلق كلهم مرنت عربا بالباري ريح صبا
وأطرب العيس للعيس بالنغم صل وسلم دائما أبدا على حبيبك خير الخلق كلهم. صل عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. للخلق كلهم. سعد سعيد زبير طلحة وأبي عبيدة وبنيا بناشر الكرم. صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا. اللهم صل وسلم على محمد وعلى آله.